നമസ്കാരം. തെരഞ്ഞെടുപ്പ് വർഷത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ രാഷ്ട്രീയ വിവാദം ആരോഗ്യവകുപ്പിനെ കേന്ദ്രീകരിച്ചും ഒപ്പം മന്ത്രി വീണ ജോർജിനെ KSU പ്രവർത്തകർ കണ്ണൂരിൽ കരിങ്കൊടി കാണിച്ചതുമായി ബന്ധപ്പെട്ടുമാണ്. ഈ വിഷയത്തിൽ ഇതുവരെ മന്ത്രിയുടെ പ്രതികരണം നൽകിയിട്ടില്ല. ആദ്യമായി എന്താണ് കണ്ണൂരിൽ സംഭവിച്ചത് എന്ന് മന്ത്രി വീണ ജോർജ് വിശദീകരിക്കുകയാണ്. ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവും സ്വാഭാവികമായി പൊതുസമൂഹത്തിന്. അതിന് ഉത്തരം പറയാണ് മാതൃഭൂമി ന്യൂസിലൂടെ. സ്വാഗതം. എങ്ങനെയുണ്ട് ഇപ്പൊ ആരോഗ്യം? കഴുത്തിന് വേദനയുണ്ട്, പിന്നെ ആ ഒരു ഡിസീനസും തലകറക്കവുമുണ്ട്. അപ്പോൾ അത് കോളർ ഇപ്പോൾ കാണുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകും. കോളർ ഒരാഴ്ച ധരിക്കണം എന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നത്. കാരണം മൂവ്മെന്റ്സ് ഉള്ളപ്പോൾ അത് വേദന കൂട്ടുന്നുണ്ട്. ട്രീറ്റ്മെന്റ് ഇപ്പോൾ എവിടെയാ? ഡോക്ടേഴ്സ് ഇപ്പോൾ പരിയാരത്തെയും അതോടൊപ്പം തന്നെ ആദ്യം ജില്ലാശുപത്രി കാണിച്ചുള്ളൂ, പിന്നെ പരിയാരത്തെ ഡോക്ടേഴ്സും കണ്ടു. അതിനുശേഷം അവർ പ്രിസ്ക്രൈബ് ചെയ്ത മെഡിസിൻസ് പിന്നെ ഇന്നലെ നമ്മുടെ ഇവിടെ പത്തനംതിട്ടയിലെ കോഴഞ്ചേരി ജില്ലാശുപത്രിയിൽ നിന്നും ഡോക്ടേഴ്സ് വന്ന് കണ്ടിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഫോളോ അപ്പ് നടത്തുന്നുണ്ട്. കാരണം ഇത് ഈ വേദന കുറയാൻ പാച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടുള്ള നല്ല ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ കാര്യമായിട്ട് തന്നെ ഉണ്ട്. വേദനയും നീരുണ്ട്, ഇപ്പോൾ കാണാൻ പറ്റുന്നത് പോലെ തന്നെ. പിന്നെ അതുകൂടാതെ ഈ നല്ല തലകറക്കം വോമിറ്റിങ്ങും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെതുള്ള മരുന്നുകൾ, വോമിറ്റിങ്ങിനുള്ള മരുന്ന് കഴിച്ചിട്ട് വെള്ളം കുടിക്കുമ്പോൾ വീണ്ടും വോമിറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് അത് ഇഞ്ചക്ഷനായിട്ട് എടുക്കുന്നുണ്ട്. ഒരാഴ്ച എന്തായാലും ഇത് ധരിക്കുകയും ഇനി അതിന് ശേഷം എന്തെങ്കിലും വേദന ഇതുപോലെ തന്നെ നിലനിൽക്കുകയാണെങ്കിൽ പിന്നീട് മറ്റ് കാര്യങ്ങൾ എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നുള്ളത് നോക്കുകയും ചെയ്യാം എന്നുള്ളതാണ് ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നത്. ഒരുപാട് വിമർശനങ്ങൾ വന്നു. ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടത് മുതൽ മന്ത്രി നല്ല അഭിനേത്രിയാണ്, മോണാക്ടിന് സമ്മാനം കിട്ടിയിട്ടുണ്ട്, ഇതൊക്കെ അഭിനയമാണ് എന്നൊക്കെ പ്രതിപക്ഷത്തു നിന്നും അല്ലാതെയും ഒക്കെ പല ആളുകളും പറയുന്നുണ്ട്. അതേക്കുറിച്ചുള്ള പ്രതികരണം എന്താണ്? വാസ്തവത്തിൽ അന്ന് കണ്ണൂരിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നമ്മുടെ രാജ്യാന്തര ആയുർവേദ ഗവേഷണ കേന്ദ്രത്തിൻ്റെ ഉദ്ഘാടനമാണ്. നമ്മുടെ ഒരു ഡ്രീം പ്രോജക്റ്റ് ആണല്ലോ. അപ്പോൾ ആ പ്രോജക്റ്റ് കേരളം എക്കാലത്തും ഓർത്തു വെക്കാവുന്ന ഒരു പ്രോജക്റ്റാണ്. നമ്മളൊരു ഗവേഷണ കേന്ദ്രം. കാരണം കേരളത്തിൻ്റെ ആയുർവേദ രംഗത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇത്രയും വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഇത്രയും പേരുകേട്ടൊരു സംവിധാനത്തിൽ അത്ര കണ്ട ആളുകൾ ഇവിടേക്ക് വരികയോ അല്ലെങ്കിൽ അതിനൊരു ഗവേഷണം മുന്നോട്ട് പോവുകയോ ചെയ്യുന്നൊരു സാഹചര്യം ഇല്ല. അപ്പോൾ അങ്ങനെയാണ് നമ്മളൊരു ഗ്ലോബൽ ഹബ് എന്നുള്ള നിലയിൽ. അപ്പോൾ അതുണ്ടായിരുന്നു. പിന്നെ പെരിങ്ങോം മലയോര മേഖലയാണല്ലോ കണ്ണൂരിൻ്റെ. പഴയ ഓടിട്ട കെട്ടിടമൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ അതിമനോഹരമായിട്ടുള്ള ഒരു പുതിയ കെട്ടിടം നിർമ്മിച്ചു. അതിൻ്റെ ഉദ്ഘാടനത്തിന് പുഴാതിയിൽ. ഇത് കഴിഞ്ഞിട്ടാണ് ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്നത്. കാരണം എനിക്ക് ഒരു 4 സമയത്ത് കരിങ്കൊടി പ്രകടനം ഉണ്ടായിരുന്നു. അതായത് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ വന്ദേ ഭാരതിന് വരുന്നതിന് വേണ്ടിയിട്ടാണ് വന്നത്. രാവിലെ മുതൽ അപ്പോൾ തലശ്ശേരിയിൽ നിന്ന് ഞാൻ രാവിലെ മട്ടന്നൂരിലേക്ക് പോകുമ്പോൾ തന്നെ കരിങ്കൊടി പ്രയോഗമുണ്ട്. അത് റോഡ് സൈഡിൽ നിന്ന് അവർ കാണിക്കട്ടെ, അത് അവരുടെ ജനാധിപത്യത്തിൽ അവരുടെ അവരുടെ റൈറ്റാണ്, അത് അവർക്ക് കാണിക്കാമല്ലോ. അപ്പോൾ അതിനുശേഷം ഇരിക്കൂർ കഴിയുമ്പോഴേക്കും വീണ്ടും അവിടെയും ഇതേപോലെ തന്നെ ഒരു ഘട്ടത്തിൽ നിന്നപ്പോൾ ഗ്ലാസ്സിൽ വന്ന് അടിച്ചിട്ട്, ഞാൻ ഇരിക്കുന്നതിൻ്റെ അപ്പുറത്തെ ഗ്ലാസ്സിൽ തന്നെ വന്ന് അടിച്ചിട്ടാണ് പോലീസിൻ്റെ കൈകളിലൂടെ മുന്നോട്ട് വന്ന് അവിടെ അങ്ങനെ പ്രതിഷേധിച്ചു. അതിനുശേഷം പിന്നീട് കണ്ണൂരിൽ എത്തിയപ്പോൾ, ടൗണിലെത്തിയപ്പോൾ, പുഴാതിയിലേതും കഴിഞ്ഞ് കണ്ണൂരിലെത്തിയപ്പോൾ നമ്മുടെ അവിടെ ഒരു ചെറിയൊരു ട്രാഫിക് ജാം ഉണ്ടാകുന്നൊരു സ്ഥലമാണ്. അവിടെ വന്നപ്പോൾ ഒരു 10-12 ആളുകൾ ഒന്നിച്ച് വന്നിട്ട് വണ്ടി തടവാണ്. പോലീസ് ജീപ്പിന് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടല്ലോ. അപ്പോൾ അവിടെ വന്ന് വണ്ടി തടയുകയും അതോടൊപ്പം എൻ്റെ ഫ്ലാഗ് പോസ്റ്റ് ഓടിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്തു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടാണ് റെയിൽവേ സ്റ്റേഷൻ പിന്നീട് ഒരു 5 മിനിറ്റ് ഉള്ളൂ ഗസ്റ്റ് ഹൗസിൽ. കാരണം രാവിലെ ട്രെയിനിൽ വന്നു, പിന്നെ പരിപാടികൾക്ക് പോയി, പിന്നെ ഒരു 5 മിനിറ്റ് ഗസ്റ്റ് ഹൗസിൽ പോയിട്ട് ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ വരുമ്പോൾ നമ്മളവിടെ കാണുന്നത് കുറച്ച് ഒരു ഫോണിൽ 3-4 പേര് ഇതെടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഒരു ലോക്കൽ ചാനലാണെന്ന് തോന്നുന്നു, ഒരു ചാനലും അവിടെ ഒരു ക്യാമറയും കാണുന്നുണ്ട്. അപ്പം ഞാൻ പറയുന്നുണ്ട്, ഇതുണ്ടല്ലോ, അപ്പോൾ ഇവിടെ എവിടെയോ പ്രതിഷേധക്കാരുണ്ട്, പ്രൊട്ടസ്റ്റ് ഉണ്ടല്ലോ എന്ന് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഞാനിത് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇവരെന്നോട് പറഞ്ഞു വെയിറ്റ് ചെയ്യണം, എന്തായാലും നമുക്കൊന്ന്, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞു.
അങ്ങനെയാണ് നമ്മൾ ആ ഒരു റെയിൽവേ സ്റ്റേഷനിൽ കയറി ആദ്യത്തെ പ്ലാറ്റ്ഫോം ടിക്കറ്റൊക്കെ കൊടുക്കുന്ന ഇടം കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ആണ് ഒളിഞ്ഞിരുന്നിട്ടാണ് ഇവർ മുന്നിലേക്ക് ചാടി വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇരയൊക്കെ കാണുമ്പോൾ ഒരു പുലി പതുങ്ങിയിരുന്നിട്ട് ആക്രമണം നടത്തുന്നത് പോലെയാണ്. പിന്നീട് ഞാൻ ഇന്നലെ അതിൻ്റെ ഇത് കണ്ടു. അതായത് എത്തി നോക്കുന്നു, വരുന്നുണ്ടോ എന്ന് നോക്കുന്നു, അതിനുശേഷം ഒരു അതുപോലെയാണ് ചാടി വീഴുന്നത്. ചാടി വീഴുമ്പോൾ വാസ്തവത്തിൽ ഈ പോലീസിൻ്റെ വലയത്തിനുള്ളിലേക്ക് ഒരാൾ കടന്നു വരുന്നുണ്ട്. നമുക്കത് അടുത്ത് വന്നിട്ടാണ് എൻ്റെ അടുത്തേക്ക് വന്നത്. എൻ്റെ അടുത്തൊരു വനിതാ പോലീസും. അപ്പൊ ഈ ദൃശ്യങ്ങളിൽ ആദ്യം മുതൽ കാണുമ്പോൾ രണ്ടുപേരും നോക്കുന്നുണ്ട്, ഫോണിൽ എടുക്കുന്നുണ്ട്. മിനിസ്റ്റർ ആ ടിക്കറ്റ് കൗണ്ടറിന്റെ ആ ഭാഗത്തേക്ക് എത്തുന്നു, രണ്ടുപേര് അവിടെ കുതിച്ചു വരുന്നു. അപ്പൊ പോലീസ് ഒരു വലയം തീർക്കുന്നു. ഇത്രയാണ് ദൃശ്യങ്ങളിൽ വളരെ കൃത്യമായിട്ടുള്ളത്. അതെ അതെ. അതിനുശേഷം അപ്പൊ ആദ്യം ഒരാൾ വന്നു കരിങ്കുടിയുമായിട്ട്. ആ കരിങ്കുടിയുമായിട്ട് വന്ന ആളിലേക്ക് പോലീസിന്റെ ശ്രദ്ധ സ്വാഭാവികമായിട്ട് പോയി. കാരണം കരിങ്കൊടിയുമായിട്ട് വന്നാണല്ലോ. അപ്പോൾ ഇവർക്ക് കരിങ്കൊടി കാണിക്കാനാണെങ്കിൽ അവിടെ നിന്ന് കാണിക്കാമല്ലോ. ഇതങ്ങനെയല്ലല്ലോ, ഇതൊരു കുതിച്ചെത്തുകയാണ്. അപ്പോൾ അതിൽ നമ്മൾ കാണേണ്ടത് ഒരു ജനപ്രതിനിധി, അല്ലെങ്കിൽ MLA, മന്ത്രി, ഒരു സ്ത്രീയും കൂടെയാണല്ലോ. പക്ഷേ ഇവർ നേരെ ഈ ഇതിലേക്ക് കുതിച്ച് എത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഇൻറ്റൻഷൻ വളരെ ക്ലിയർ ആണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതായത് അപ്പോൾ ഈ പോലീസിൻ്റെ ശ്രദ്ധ ഈ ആദ്യത്തെ ആളിലേക്ക് പോയി. അപ്പോൾ രണ്ടാമത്തെ ആൾ ഇതിനുള്ളിലൂടെ, ഈ സുരക്ഷാ വലയത്തിനുള്ളിലൂടെ അകത്തേക്ക് എത്തിയിട്ടുണ്ട്, എൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. അതിൻ്റെ വിഷ്വൽസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കാണുന്നത് ഇതൊക്കെ ഇവർ കൊണ്ടുവന്നിട്ടുള്ള ക്യാമറകളാണല്ലോ, അല്ല ഇവർക്ക് വേണ്ടി എടുക്കാൻ വന്നിട്ടുള്ള ഫോണുകളും ക്യാമറകളും ഒക്കെ ആണല്ലോ ഈ അവിടെ നിന്ന ആളുകൾ, അതായത് ഇത് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നവർ. അപ്പോൾ അവരുടെ ഒരു ഭാഗമാണ് കാണിക്കുന്നത്. എന്നിരുന്നാലും അതിലും ഇത് വന്നിട്ടുണ്ട്. അതായത് ഈ ഒരു ആൾ അകത്തേക്ക് വന്ന് എൻ്റെയും ആ വനിതാ പോലീസുകാരുടെയും അടുത്തേക്ക്, വനിതാ പോലീസ് ഓഫീസറുടെ അടുത്തേക്ക് വരുന്നത് നമുക്കതിൽ കാണാനായിട്ട് സാധിക്കും. ദൃശ്യങ്ങൾ നമ്മൾ കാണുമ്പോൾ രണ്ടുപേരും അങ്ങോട്ട് കുതിച്ചെത്തുന്നുണ്ട്, പോലീസ് വലയം ചെയ്യുന്നുണ്ട്. അതിനുശേഷം പിന്നെ കാണുന്നത് മന്ത്രി വളരെ പ്രകോപിതയായി ഈ സമരക്കാരോട് അങ്ങോട്ട് അഗ്രസീവായി നിൽക്കുന്നത്. അത് ട്രിഗർ ചെയ്തത്, അതിന് പ്രകോപനമായി എന്താണ്? പോലീസിന് തന്നെ മന്ത്രിയെ നിയന്ത്രിക്കേണ്ടി വന്നു. അതല്ല, എൻ്റെ ശരീരം വന്നു, അതിനോടുള്ള പ്രതികരണം. അതായത് എൻ്റെ ശരീരം എങ്ങനെയാണ്, അപ്പോൾ ഒന്ന് എൻ്റെ ശരീരം വേദനിച്ചു ആ സമയത്ത്. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് നടന്നപ്പോൾ ഞാൻ വിഷ്വൽസിൽ ഞാൻ ഇന്നലെ കണ്ടു, നടന്നു പോകുമ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ടാണ് നടന്നു പോകുന്നത്. ഇവരുടെ അടുത്ത് ഞാൻ പറയുകയാണ്, ഇവിടെ വരവോ ഉണ്ട്, അല്ലെങ്കിൽ ഇവിടെ ക്യാമറകളൊന്നും കാണില്ല. ഇത് വളരെ പ്ലാൻഡ് ആണല്ലോ, എപ്പോഴും നമ്മൾ അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ പ്ലാൻഡ് ആയിട്ടുള്ളൊരു അറ്റാക്കാണ് എപ്പോഴും സംഭവിക്കുന്നത്. അപ്പോൾ ഞാനിത് പറഞ്ഞത് വളരെ ആസൂത്രിതമായി ഇവരിവിടെ എവിടെയോ ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചിരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഈ പോലീസിന്റെ ചുറ്റുമുണ്ട്. അപ്പോഴാണ് ഒരാൾ ആദ്യം ഓടി വരുന്നു. ഓടി വന്നിട്ട് രണ്ടാമത്തെ ആള് ആണ് ഇതിനകത്തേക്ക് വരുന്നത്. ആ വിഷ്വലും ഉണ്ട് അതിൽ ഈ പ്രചരിക്കുന്ന വിഷ്വൽസിൽ ആ വിഷ്വൽസും ഉണ്ട്. അപ്പോൾ അടുത്തേക്ക് വന്നിട്ട് അയാളാണ്, അവിടെ ഒരു പിടിവലി ഉണ്ടാകുന്നുണ്ട്. വനിതാ പോലീസ് ഓഫീസറുണ്ട്, വനിതാ പോലീസ് ഓഫീസറും ഉണ്ട്, ഞാനും ഉണ്ട് ഇയാളുടെ. അപ്പോൾ ആ സമയത്ത് അവിടെ ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. എൻ്റെ ദേഹം നൊന്തിട്ടുണ്ട്. അല്ല, അത് ഇപ്പോ ദേഹം വേദനിച്ചിട്ടുണ്ട്. അവിടെ ഒരു കയോട്ടിക് ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടായി. അത് ആ വിഷ്വലിൽ നിന്ന് വളരെ വ്യക്തമാണ്. ഈ പിടിവലിക്കിടെ പോലീസുകാരുടെയോ ഉദ്യോഗസ്ഥരുടെയോ മറ്റോ കൈ തട്ടിയതോ അങ്ങനെയാണെങ്കിലോ? അല്ല, ഇതില് ഈ ആള് വന്നിട്ട്, അതായത് ഇവർക്ക് പ്രതിഷേധിക്കാനാണെങ്കിൽ അവർക്ക് ദൂരെ നിന്നും പ്രതിഷേധിക്കാമല്ലോ. ഇപ്പോൾ ആദ്യത്തെ ആൾ വന്ന് നിന്നിടത്ത് തന്നെ നിന്ന് ഈ രണ്ടാമത്തെ ആൾക്ക് പ്രതിഷേധിക്കാമല്ലോ. പക്ഷെ അങ്ങനെയല്ലല്ലോ. രണ്ടാമത്തെ ആളുടെ കരിങ്കൊടി ഞാൻ കണ്ടില്ല അകത്തേക്ക് വരുന്ന ആളുടെ. അത് മാത്രമല്ല, ഇയാൾ അകത്തേക്ക് വന്നിട്ട് എൻ്റെയും ആ വനിതാ പോലീസ് ഓഫീസറിന്റെ അടുത്തേക്ക് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പൊ അവിടെ വെച്ചാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും എന്റെ ദേഹം വേദനിച്ചു. ദേഹം വേദനിച്ചിട്ടുള്ള എന്റെ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റെസ്പോൺസ് ആണ് ഞാൻ ചോദിക്കുന്നത്. അതിൽ എഡിറ്റ് ചെയ്തിട്ടാണ് കാണിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ചോദിക്കുന്നുണ്ട്, എനിക്ക് ജീവിക്കണ്ടേ, എനിക്കിതുവഴി നടക്കണ്ടേ? ഞാൻ വണ്ടിയിൽ പോകുമ്പോൾ ശരി കരിങ്കൊടി കാണിക്കുന്നു, പക്ഷെ ഞാനൊരു റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുമ്പോൾ ഞാൻ അതുവഴി നടക്കുമ്പോൾ എൻ്റെ തൊട്ട് മുന്നിൽ എൻ്റെ അടുത്തേക്ക് ഇവർ ആക്രമിക്കുന്നതിന് വേണ്ടിയിട്ട് ഓടി വരികയാണ്. അപ്പം ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇതാണ്. അതായത് എനിക്ക് ജീവിക്കണ്ടേ, എനിക്കിതുവഴി നടക്കണ്ടേ, ഞാൻ ആരെ പേടിച്ച് എവിടെ ഓടാനാണ്?
ഞാൻ എവിടെയൊക്കെ പോകാനാണ്, എന്നെ അവർ ചെയ്യുന്നത് ചെയ്യട്ടെ, ഇന്നോടുകൂടി അവർക്ക് തീർക്കണമെങ്കിൽ തീർക്കട്ടെ. കാരണം അതിനു മുൻപ് ഒരു കാര്യം ഉണ്ടായി. അന്ന് രാവിലെ വയനാട്, അന്ന് രാവിലെയാണോ, ഞാനൊരു വിഷ്വൽ കണ്ടിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. അതായത് വയനാട്ടിലുള്ള ഒരു യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് പ്രസംഗിക്കുകയാണ്. അവളുടെ വെളുത്ത മുഖം ഞങ്ങൾ കറുപ്പിക്കും, അവൾ വരട്ടെ. എന്തൊരു ഭാഷയാണ് എന്നുള്ളതൊക്കെ അവരുടെ ആളുകൾ തന്നെ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അവൾ വരട്ടെ, അവളുടെ വെളുത്ത മുഖം ഞങ്ങൾ കറുപ്പിക്കും, അവളെ ഞങ്ങൾ ഇത് ചെയ്യാൻ സമ്മതിക്കത്തില്ല, അവളെ ഞങ്ങൾ ഇത് റോഡിലിറങ്ങാൻ സമ്മതിക്കത്തില്ല, അവളുടെ വെളുത്ത മുഖം ഞങ്ങൾ കറുപ്പിച്ചിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വളരെ നീചവും നിന്ദ്യവും ഒരു സ്ത്രീയോടോ ഒരു വ്യക്തിയോടോ അങ്ങനെ ഒരു പുരുഷനാവട്ടെ സ്ത്രീ ആകട്ടെ ആരും ആകട്ടെ പറയാൻ പാടില്ലാത്ത നിലയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇത് രാവിലെ, അന്ന് രാവിലെ തന്നെ ഉണ്ടായിട്ടുണ്ട്. അതിന് തൊട്ടു മുമ്പ് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് വീട്ടിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ അതായത് ഇത് അതിനുശേഷം നമ്മൾ കാണുന്നത് ഇത് കായികമായി നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആക്രമണം തന്നെയാണ്. അങ്ങനെയാണ് മന്ത്രി വിചാരിക്കുന്നത്. അല്ല, അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് എന്നിട്ട് എന്റെ ശരീരം നന്നായിട്ട് വേദനിക്കുന്നുള്ളൂ. എന്റെ റെസ്പോൺസ് അതിനോടാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നതും ഇതാണ്. അല്ല, ഇപ്പൊ പറഞ്ഞു ഈ സമരക്കാരോ അല്ലെങ്കിൽ അവരുടെ കൂടെ ഉള്ള ആളുകളോ ഷൂട്ട് ചെയ്ത വീഡിയോ ആണല്ലോ എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇത് റെയിൽവേ സ്റ്റേഷനാണ്, അവിടെ CCTV ഉണ്ട്. ഒരു ദൃശ്യങ്ങളിൽ നിന്നും KSUക്കാർ മന്ത്രിയെ ആക്രമിക്കുന്നതായ ഒരു ദൃശ്യമില്ല. എന്ന് മാത്രമല്ല RPF ഈ ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചതിന് ശേഷം അവർക്ക് KSU പ്രവർത്തകർ മന്ത്രിയെ ഫിസിക്കലി അസോൾട്ട് ചെയ്യുന്നതായിട്ടുള്ള ഒരു തെളിവോ അല്ലെങ്കിൽ അതിന്റെ ഒരു സൂചനയോ കിട്ടിയിട്ടില്ല. അപ്പൊ ഈ ഒരു സംഭവത്തെ വല്ലാതെ ഓവർപ്ലേ ചെയ്തു എന്നൊരു സംശയം അങ്ങനെയാണ് സമൂഹത്തിലുണ്ടാവും. ഞാൻ KSUവിന്റെ അടുത്തേക്ക് പോയതാണോ? അതല്ല. ഞാൻ ഒരു ആക്രമണത്തിന് ഏതെങ്കിലും ഒരാളിന്റെ അടുത്തേക്ക് പോയതാണോ? അല്ലല്ലോ. ഞാൻ വളരെ സമാധാനപരമായി, ഇനി ഇവരിവിടെ ഉണ്ടെങ്കിൽ പോലും എനിക്കറിയാം ഈ ക്യാമറയും ഇതുമൊക്കെ ഇവിടെ ഉള്ളപ്പോൾ ഉറപ്പായിട്ട് ഇവരിവിടെ എവിടെയെങ്കിലും കാണും. ഞാൻ ചിരിച്ചുകൊണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. ഞാൻ അങ്ങോട്ട് പോയതാണ്. ഇത് വളരെ ക്ലിയർ ഇൻറ്റൻഷനോടുകൂടി എന്നെ ഉപദ്രവിക്കണം എന്നുള്ള ഇൻറ്റൻഷനോടും ആക്രമിക്കണം എന്നുള്ള ഇൻറ്റൻഷനോടും കൂടിയാണ് വന്നത്. അതിലൊരു കാര്യം, നമ്മളിപ്പോൾ പുറത്തു നിന്ന് കരിങ്കൊടി കാണിക്കുന്നു, അല്ല റെയിൽവേ സ്റ്റേഷനിലേക്ക് ഞാൻ ചെല്ലുമ്പോൾ എൻ്റെ കാറിൻ്റെ മുന്നിൽ നിന്ന് കരിങ്കൊടി കാണിക്കുന്നു ആവട്ടെ, അല്ലെങ്കിൽ ഞാൻ ആ റെയിൽവേ സ്റ്റേഷനിൽ എൻ്റർ ചെയ്യുമ്പം അവിടെ നിന്ന് കരിങ്കൊടി കാണിക്കുന്നു. പക്ഷേ അതൊന്നും അല്ലല്ലോ സംഭവിച്ചത്. അത് അതായത് പതുങ്ങിയിരിക്കുകയാണ് ചെയ്യുന്നത്. പതുങ്ങിയിരുന്നിട്ട് ചാടി വീഴുവാണ് ചെയ്യുന്നത്. നമ്മൾ ആ വിഷ്വൽസ് വളരെ ക്ലിയർ അല്ലേ. അത് പതുങ്ങിയിരുന്നിട്ട് ഇപ്പം ഞാൻ ചെല്ലുമ്പോൾ അവർക്ക് മുദ്രാവാക്യം വിളിച്ചിട്ട് കരിങ്കൊടി കാണിക്കാമല്ലോ. കരിങ്കൊടി അവിടെ നിന്ന് അവർക്ക് മുദ്രാവാക്യം ഉയർത്തി കാണിക്കാമല്ലോ. എന്നെക്കെതിരെ മുദ്രാവാക്യം ഉയർത്താമല്ലോ. പക്ഷേ ഇതങ്ങനെയല്ല. ഇവർ പതിയിരുന്നിട്ട് എന്താ ചെയ്യുന്നത്? നമ്മൾ അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ ചാടി വീഴുവാണ് ചെയ്യുന്നത്. ചാടി വീണിട്ട് അവിടെ നിൽക്കുവാണോ ചെയ്യുന്നത്? അല്ല. അതിലൊരാൾ ഈ പോലീസ് വലയം ഭേദിച്ച് എൻ്റെ അടുത്തേക്ക് ഓടിയെത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു ഇന്റൻഷനോട് കൂടിയിട്ടാണ് കായികമായിട്ട് ആക്രമിക്കുക എന്നുള്ളത് തന്നെയാണ് അതിൽ നമ്മൾ കാണേണ്ടതായിട്ട്. ദേഹം വേദനിച്ചതുകൊണ്ടാണ് റെസ്പോണ്ട് ചെയ്തതെന്ന് പറഞ്ഞു. വളരെ സാധാരണ നിലയിൽ മന്ത്രിയിൽ നിന്ന് കാണാത്ത വിധത്തിലുള്ള വളരെ അഗ്രസീവ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് ആണ് ഉണ്ടായത്. ഈ കഴുത്തിൽ അടിയേറ്റതുപോലെയുള്ള അങ്ങനത്തെ ഒരു ഫീൽ ആയിരുന്നു. എനിക്ക് കഴുത്തിലുണ്ട്, കൈകളിലുണ്ട്. എൻ്റെ കഴുത്തിൽ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ശരീരം വേദനിച്ച് എൻ്റെ സ്വാഭാവികമായി എന്നിലെ ഒരു മനുഷ്യനോ അല്ല എൻ്റെ വ്യക്തിയുടെ റെസ്പോൺസ് അങ്ങനെയാണ്. എനിക്ക് വേദനിച്ച് ഞാൻ ചോദിക്കുന്നത്, എനിക്ക് ജീവിക്കണ്ടേ? ഞാൻ എവിടെയൊക്കെ പേടിച്ചോടാനാണ്? ഞാൻ എന്താ ചെയ്തേ? ഞാൻ എന്ത് തെറ്റാണ് ഞാൻ ചെയ്തിട്ടുള്ളത്? അവിടെ ഞാൻ ചോദിക്കുമ്പോൾ ഇതാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്ക് ജീവിക്കണ്ടേ? എനിക്ക് നടക്കണ്ടേ? എനിക്ക് സ്വാതന്ത്ര്യത്തോടെ ഇതുവഴി നടക്കണ്ടേ? ഞാൻ എവിടെ ഒളിച്ചോടാനാണ്? ഞാൻ എവിടെ പോകാനാണ്? കാരണം ഞാനൊരു ജനപ്രതിനിധിയാണ്, അല്ലെ ഒരു വ്യക്തിയാണ്, ആരും ആക്കിയിട്ട് ഒരു വ്യക്തിയാണ്, ഒരു സ്ത്രീയുമാണ്. അവരുടെ കൂടെ ഒരു പെൺകുട്ടികളുണ്ടായിരുന്നോ? സ്ത്രീകളുണ്ടായിരുന്നോ? നമ്മൾ സമരത്തിലെല്ലാം കാണുന്നതല്ലേ, ജനാധിപത്യപരമായ സമരങ്ങളിലൊക്കെ കാണുന്നതല്ലേ. ഒരു സ്ത്രീക്കെതിരെ സമരം നടത്തുമ്പോൾ പെൺകുട്ടികളോ വനിതകളോ ഒക്കെ ഉണ്ടാവില്ലേ? ഇതങ്ങനെയൊന്നും അല്ലാതെ ഒരു ആൺകൂട്ടം ആക്രമിക്കുകയാണ്. ഒരു ആൺകൂട്ടം ആക്രമിക്കുക എന്ന് മാത്രമല്ല, അവിടെ നിന്നിട്ട് മുദ്രാവാക്യം വിളിക്കുകയോ അല്ലെ ചെയ്യുന്നതിന് പകരം ഓടി ഈ സുരക്ഷാ വലയത്തിനുള്ളിലേക്ക് കയറിയിട്ട് എൻ്റെ അടുത്തേക്കും എൻ്റെ ആ വനിതാ പോലീസ് ഓഫീസറുടെ അടുത്തേക്കും എത്തുകയാണ്. എത്തിയിട്ടാണ് ഈ ഉപദ്രവം നടക്കുന്നത്. ഇതിലിപ്പോ ഇത് ഒരു 2-3 മിനിറ്റിനുള്ളിൽ ഈ സംഭവങ്ങളെല്ലാം കഴിഞ്ഞു. ആദ്യം അവർ പറഞ്ഞത് എന്താ? ആരും അടുത്തെത്തിയിട്ടില്ല എന്നല്ലേ. ഇത് ഞാൻ കേട്ടു. അതായത് ഇപ്പോൾ ഇന്നലെ ഞാൻ ആളുകളുമായിട്ടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ ആദ്യം പറഞ്ഞത് ആരും അടുത്തെത്തിയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ വിഷ്വൽസ് തന്നെ ഇങ്ങനെ ഒരാൾ അടുത്തെത്തുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിലിപ്പോൾ CPM അത് കഴിഞ്ഞ് മന്ത്രി ആശുപത്രി കിടക്കുന്ന സമയത്ത് KSU പ്രവർത്തകർ അറ്റാക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ
പ്രൊഡ്യൂസ് ചെയ്തിരുന്നു, പ്രൊഡ്യൂസ് ചെയ്യല്ല, അത് സർക്കുലേറ്റ് ചെയ്തിരുന്നു. പക്ഷേ അതിലൊരു കരിങ്കൊടി വീശുന്നതായി കാണിക്കുന്നു എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പോലീസ് ഉദ്യോഗസ്ഥന്റെ, സുരക്ഷാ ഉദ്യോഗസ്ഥന്റെ ഷർട്ടാണ് കരിങ്കൊടിയായി യഥാർത്ഥത്തിൽ ചിത്രീകരിക്കപ്പെട്ടത്. വീഡിയോ തെളിവുകളില്ല എന്നുള്ളതിന്, ഫിസിക്കൽ അസോൾട്ടിന് വീഡിയോ തെളിവുകളില്ല, CCTV ദൃശ്യങ്ങളില്ല, യാതൊരു വീഡിയോ തെളിവുകളുമില്ല. അടുത്തെത്തി എന്നുള്ളത് ഓക്കെ, അതിനപ്പുറത്ത് തെളിവുണ്ടോ? അഭിലാഷ്, സുരക്ഷാ ഉദ്യോഗസ്ഥന്റെ ഷർട്ട് ഉയർത്തി വീശുവോ? എങ്ങനെ ഈ ഉയർത്തി വീശുക? അന്നേരം ഒരാൾ സുരക്ഷാ ഉദ്യോഗസ്ഥൻ ഷർട്ട് ഊരിയിട്ട് ഉയർത്തി വീശുവാണോ ചെയ്യുന്നത്? എനിക്കത് മനസ്സിലാവുന്നില്ല ആ വ്യാഖ്യാനം എന്താണെന്നുള്ളത്. അപ്പൊ അത് എങ്ങനെയാണ് സുരക്ഷാ ഉദ്യോഗസ്ഥന്റെ ഷർട്ട് തലയ്ക്ക് മീതെ ഉയർന്നു പൊങ്ങുക? എങ്ങനെയാണ് പൊങ്ങുക? അപ്പോൾ ആ സമയത്ത് സുരക്ഷാ ഉദ്യോഗസ്ഥരായാലും ഷർട്ട് ഊരിയിട്ടാണോ ഇത് മുകളിൽ ചെയ്യുന്നത്? അങ്ങനെയാണ് എന്തിനാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഷർട്ട് ഊരുന്നത്? അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചാൽ ഇത് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു അറ്റാക്കാണ്, ഒരു ക്ലിയർ അറ്റാക്കാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. അത് ഇപ്പോൾ അവർക്ക് പല രീതിയിൽ, ഇപ്പോൾ അന്ന് പകല് മുഴുവൻ സമരം ചെയ്തില്ലേ, എൻ്റെ പകല് മുഴുവൻ എൻ്റെ കാറിൻ്റെ ഗ്ലാസ്സിൽ വന്നടിക്കുക, എൻ്റെ കാർ, ഞാൻ സഞ്ചരിക്കുന്ന ഞാൻ എന്നുള്ള വ്യക്തി പോട്ടെ, അതൊരു ദേശീയ പതാകയാണ്. ദേശീയ പതാക വച്ചിരിക്കുന്ന ഫ്ലാഗ് പോസ്റ്റ് ഉടിക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ അപ്പോഴേ ഞാൻ അവസാനം പെരിങ്ങോത്ത് സംസാരിച്ചിട്ട് പോകുന്നത് ചിരിച്ചുകൊണ്ടാണ് ഞാൻ സംസാരിച്ചിട്ട് പോകുന്നത്. ഞാൻ പറഞ്ഞത് എല്ലായിടത്തും ഞാൻ സംസാരിച്ചു. ഞാൻ കണ്ണൂരിൽ പ്രസംഗിച്ചു. ഈ രാജ്യാന്തര ആയുർവേദ ഗവേഷണ കേന്ദ്രം സാധ്യമാക്കിയതിനാണെങ്കിൽ, ജില്ലാ ആശുപത്രിയിൽ പുതിയ കിഫ്ബിയുടെ കെട്ടിടം സാധ്യമാക്കിയതിനാണെങ്കിൽ, അവിടെ കാത്തലാബ് സാധ്യമാക്കിയതിനാണെങ്കിൽ, ദൈവം നോക്കൂ, മലയോര പെരിങ്ങോത്തൊക്കെ ഒന്ന് വരണമായിരുന്നു വൈകാരികമായിട്ട്. പ്രായമുള്ള അച്ഛന്മാരും അമ്മമാരും, കാരണം അവരുടെ ഒരു സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരമാണ്. അവിടെ ഒരു കെട്ടിടം സാക്ഷാത്കരിച്ചതിനാണെങ്കിൽ, ഇനി പിന്നെ പുഴാതിയിലെ ഇത് സാധ്യമാക്കിയതിനാണെങ്കിൽ, അങ്ങനെ ഓരോ കാര്യങ്ങളും സാധ്യമാക്കിയ MCC മലബാർ ക്യാൻസർ സെൻ്ററിൽ അതിൻ്റെ തലേന്നോ രാജ്യത്തെ 10 ആരോഗ്യ കേന്ദ്രങ്ങൾ AI-യിൽ മികവ് കാണിക്കുന്നതിനകത്ത് ഒന്ന് തിരഞ്ഞെടുത്തു. അത് നമ്മുടെ മലബാർ ക്യാൻസർ സെൻ്റർ. ഞാൻ പറഞ്ഞു ഇതിനൊക്കെ ആണെങ്കിൽ ഞാനത് പൂമാലയായിട്ട് സ്വീകരിക്കുന്നു. എന്നിട്ട് ഞാൻ പെരിങ്ങോത്തും അത് തന്നെയാണ് പറയുന്നത്. പെരിങ്ങോത്ത് ഞാൻ പറഞ്ഞു, ഇപ്പോഴും ഇവർ കരിക്കൊടി കാണിക്കുകയാണ്. ഞാൻ പറഞ്ഞു അടുത്ത 5 വർഷവും അവരുടെ കൊടിയുടെ നിറം അതാണെന്ന് ഞാൻ കരുതുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അതിലൊരു ജനാധിപത്യപരമായ സമീപനം ഉണ്ടല്ലോ. പക്ഷെ ഇതെന്താണ്? ഇതൊരു ആക്രമണമാണ്. ഇത് വളരെ ക്ലിയർ ഇന്റൻഷനോടുകൂടിയുള്ള ആക്രമണമാണ്. ഈ സംഭവങ്ങൾ, അതായത് ടിക്കറ്റ് കൗണ്ടറിന് സമീപത്തുണ്ടായിട്ടുള്ള ഈ സംഭവങ്ങൾ കഴിഞ്ഞു, പ്രൊട്ടസ്റ്റേഴ്സിനെ പോലീസ് ക്ലിയർ ചെയ്യുന്നു. അതിനുശേഷം മന്ത്രി ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ദൃശ്യങ്ങൾ ഉണ്ട്. മന്ത്രി വളരെ കൂളായിട്ട് സംസാരിക്കുന്നു, ഇടപഴകുന്നു. അപ്പോൾ ഒരു വലിയ അസോൾട്ട് കഴിഞ്ഞതിന് ശേഷം ഉള്ള ഒരു പ്രതീതി ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ ഉള്ള ദൃശ്യങ്ങളിലില്ല. സത്യമല്ലേ? യഥാർത്ഥത്തിൽ സംഭവിച്ചത്, ഈ അറ്റാക്ക് ഉണ്ടാകുന്നു. ആദ്യം 2 കൂട്ടമായിട്ടാണ് ഇവരെത്തുന്നത്. ആദ്യത്തെ ഒരു കൂട്ടം, ഒരാൾ ഒരു മുണ്ടും ഷർട്ടും പറഞ്ഞില്ലേ, ആ ആൾ ആദ്യം ഓടി വരുന്നു. അതാണ് നമ്മൾ ചിരിച്ചുകൊണ്ട് നടന്നിട്ട് പോകുന്നു. അപ്പോൾ ഒരാൾ ആദ്യം ഓടി വരുന്നു. ആ ആളുടെ നേരെ പോലീസ് അയാളെ ഇത് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പം മറ്റൊരാൾ അകത്തൂടെ കയറി നമ്മുടെ സുരക്ഷാ വലയത്തിനുള്ളിലേക്ക് കടന്നു വരുന്നു. അപ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ അതിനുശേഷം അവരെ പിടിച്ച് അപ്പോഴാണ് അതിനുശേഷം അടുത്ത കൂട്ടം വരുന്നു. അടുത്ത പാൻറ് ഷർട്ടും ഒക്കെ ഇട്ട് 2-3 പേര് അപ്പോൾ വരുന്നു. 2-3 അറിയില്ല, അപ്പോൾ വരുന്നു. അവരെയും പോലീസ്. അപ്പോഴാണ് ഞാൻ പറയുന്നത് എനിക്കിത് വഴി നടക്കാൻ പറ്റില്ല. കാരണം എൻ്റെ ഒന്ന് ആലോചിച്ച് നോക്കുക അഭിലാഷേ, ഞാൻ നമ്മുടെ സംവിധാനങ്ങളിൽ ജനാധിപത്യപരമായി സമരം ചെയ്യുന്നതിനുള്ള എല്ലാ അവകാശവും ഉള്ളപ്പോഴും ഫിസിക്കൽ അസോൾട്ടാണല്ലോ നടക്കുന്നത്. ഫിസിക്കലായിട്ടുള്ള ഒരു ആക്രമണം ഉണ്ടാകുകയാണ്. അതിൽ നമുക്ക് ശരീരം വേദനിക്കുകയാണ്. ആ ഇതിൽ നിന്ന് ഞാൻ പറയുകയാണ്, ഇത് എനിക്ക് നടക്കാൻ കഴിയില്ലേ, എനിക്ക് സ്വാതന്ത്ര്യമില്ലേ, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് അടുത്ത കൂട്ടം വരുന്നു. അവർ ഈ പോലീസ് കൊണ്ടുപോയി. അപ്പോൾ എനിക്ക് വന്ദേ ഭാരത എനിക്ക് 3:27 അന്ന് 3 മിനിറ്റ് ലേറ്റ് ആയിരുന്നു. അപ്പം ഞാൻ നടക്കുന്നുണ്ട്. ഞാൻ സാധാരണ വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്ന ആളാണ്. പക്ഷെ ഞാൻ നടന്ന് നീങ്ങിയപ്പോൾ എൻ്റെ നടപ്പ് സ്ലോ ആയി. എനിക്ക് അതൊക്കെ അവരെടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ, അതായത് ഈ കഴിഞ്ഞ ഉടനെ മന്ത്രി വളരെ സ്വാഭാവികമായി സംസാരിക്കുന്നത് പോലെയും സ്വാഭാവികമായി ഇടപെടുന്നത് പോലെയാണ് ദൃശ്യങ്ങൾ. ചില കാര്യങ്ങൾ അവർ എഡിറ്റ് ചെയ്ത് ഇടുന്നുണ്ടാകാം. അതൊന്നും അതല്ല. ഞാൻ സംഭവിച്ചത് ഇതാണ്. എന്നിട്ട് ഞാൻ മുന്നോട്ട് പോകുമ്പോൾ എന്റെ കൈ എനിക്ക് പിടിക്കാൻ പറ്റും. അത് കഴിഞ്ഞ് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ലിഫ്റ്റിൽ കയറി ഞാൻ അപ്പുറത്തെത്തി, മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലെത്തി. ഞാൻ എന്റെ ബാഗും എന്റെ ഡയറിയും എന്റെ കയ്യിലുണ്ട്.
അപ്പോൾ ഡയറി ഞാൻ എൻ്റെ ട്രെയിനിനകത്ത് വെച്ച് ഇത് എഴുതാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ കയ്യിൽ കരുതുക. കാരണം എൻ്റെ ബാഗിനകത്ത് ഒതുങ്ങുന്ന ഒരു ഡയറി അല്ല. അപ്പോൾ ഞാൻ ഇത് ഞാൻ അഭിലാഷിൻ്റെ കൊടുത്തു, എൻ്റെ ഗൺമാൻ്റെ കയ്യിൽ കൊടുത്തു. കാരണം എനിക്കിത് പിടിക്കാൻ പറ്റുന്നില്ല, ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എന്ന് മാത്രമല്ല, എൻ്റെ നടത്തം സ്ലോ ആയി. അതായത് മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലൂടെ നടക്കുമ്പോൾ ആദ്യത്തെ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ നടക്കും, അതായത് കയറി പിന്നെ എസ്കലേറ്ററിൽ കയറിയാണല്ലോ, എസ്കലേറ്റർ കയറുന്നതിന് മുമ്പുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എൻ്റെ നടത്തം സ്ലോ ആകുന്നുണ്ട്, എനിക്ക് നടക്കാൻ. അപ്പോഴാണ് ഞാൻ ഈ ഒരു ആക്രമണത്തിൻ്റെയും ആ ഒരു പ്രശ്നങ്ങൾക്ക് ശേഷം ഞാൻ മുന്നോട്ട് നടന്ന് നീങ്ങുവാണല്ലോ. അപ്പം നടന്ന് നീങ്ങുമ്പോഴാണ്, അപ്പോൾ ഞാൻ തിരിച്ച് അപ്പോഴും മീഡിയ എൻ്റെ പുറകെ വരുന്നുണ്ട്. അപ്പം ഞാൻ അവരോട് തിരിഞ്ഞ് ചോദിക്കുന്നത് എന്താണെന്നറിയോ, അതവർ കാണിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടെ. എന്നെ നിങ്ങൾക്ക് വെറുതെ വിട്ടൂടെ? എന്നെ അവിടെ നിൽക്കുന്ന ആളുകളൊക്കെ ഇത് കേൾക്കുന്നുണ്ട്. എന്നെ നിങ്ങൾക്ക് വെറുതെ വിട്ടൂടെ? എന്നെ എന്തിനാണ് ഇങ്ങനെ പിന്തുടരുന്നത്? കാരണം എൻ്റെ ശരീരം വേദനിച്ചു, എനിക്ക് ഉണ്ടായിട്ടുള്ള പ്രശ്നം, എൻ്റെ ശരീരം വലിച്ചോ ഉലച്ച്, അതിനിടയിൽ ആ ഒരു ഉന്തും തള്ളും മറ്റ് ഇതെല്ലാം ഉണ്ടായില്ലേ. അപ്പോൾ ഞാൻ ഇവരോട് മീഡിയയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്നെ ഒന്ന് വെറുതെ വിട്ടുകൂടെ? ഞാനൊന്ന് സ്വസ്ഥമായിട്ട് പൊയ്ക്കോട്ടെ, എന്നെ എന്തിനാണ് എൻ്റെ പിന്നാലെ വരുന്നത്? എൻ്റെ ആ ഇമോഷണൽ ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് ഞാനത് പറയുന്നത്. അതിനുശേഷം ഞാൻ മുന്നോട്ട് നടന്നു. എസ്കലേറ്റർ അപ്പോഴത്തേക്ക് എനിക്ക് വേദന ആയി. ചെവിയുടെ എനിക്ക് ആദ്യം ഞാൻ നോക്കിയത് എനിക്ക് ചെവിയുടെ അവിടെ നിന്ന് എന്തോ ഫ്ലോ ചെയ്യുന്നില്ല തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ബ്ലഡ് വല്ലാണോ എന്ന് നോക്കിയപ്പോൾ ബ്ലഡ് അല്ല. പിന്നെ എനിക്ക് ഈ ചെവിയും ഈ ഭാഗവും വേദനിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പോലീസിനോട് പറയുന്നുണ്ട്, മാഡം പറഞ്ഞ് 1 മിനിറ്റേ ഉള്ളൂ ട്രെയിൻ വരാൻ എന്ന് പറയുന്നുണ്ട്. അപ്പം ഞാൻ അഭിലാഷിനോട് പറഞ്ഞു, അഭിലാഷെ എന്നെ കൊണ്ട് പോകാൻ പറ്റും തോന്നുന്നില്ല, ഞാൻ എസ്കലേറ്ററിൽ കയറുവാണ്. അപ്പോൾ എനിക്ക് ഈ ഭാഗത്ത് നല്ല വേദന ആയി തുടങ്ങി. കാരണം ഈ ഭാഗത്താണ് എനിക്ക് നല്ല വേദനയും പിടുത്തവും ആയി തുടങ്ങിയിട്ടുണ്ട്, എനിക്ക് പോകാൻ പറ്റുന്നില്ല എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ അഭിലാഷ് അവിടെ ഇരിക്കാൻ, പിന്നെ ബ്രിഡ്ജല്ലേ, നമ്മൾ മുകളിൽ ചെന്നിട്ട് ബ്രിഡ്ജാണ്. അപ്പോൾ അഭിലാഷ് പറഞ്ഞു, അപ്പോഴും നമ്മൾ പോകാൻ വേണ്ടി തന്നെയാണല്ലോ തീരുമാനിച്ചിട്ടുള്ളത്. കാരണം എനിക്ക് പിറ്റേന്ന് 27-ാം തീയതി 27 ഇവിടെ പരിപാടിയുണ്ട് പത്തനംതിട്ടയിൽ. 26, 27 പത്തനംതിട്ട പരിപാടിയുണ്ട് 1-ാം തീയതി. കാരണം കുറേ പ്രോജക്റ്റുകളുടെ ഉദ്ഘാടനവും ക്യാൻസർ കെയർ പ്രോജക്റ്റും നമ്മളൊരു 4-3 ദിവസത്തെ പരിപാടി വെച്ചിരിക്കുകയാണ്. അപ്പം എനിക്ക് വന്നേ പറ്റുള്ളൂ. അപ്പം ഞാൻ അഭിലാഷിനോട്, അപ്പോൾ അഭിലാഷ് സ്റ്റെപ്പ് ഇറങ്ങാൻ തുടങ്ങിയപ്പം എനിക്ക് വയ്യാതെ, ഞാൻ അത് ആ വിഷ്വൽസിൽ ഉണ്ടെങ്കിൽ കാണാൻ കഴിയും, ഞാനിവിടെ പിടിച്ച് ഇല്ല. ആ സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ ഞാൻ അഭിലാഷിനോട് പറയുന്നുണ്ട്, അഭിലാഷ് എനിക്ക് വയ്യ, എനിക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഞാൻ ആദ്യം ഞാനിവിടെ പിടിക്കുകയും അവിടെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇവരെന്നെ പിടിക്കാനോ ശ്രമിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. എനിക്കത് കൃത്യമായിട്ട് ഓർമ്മയില്ല. പക്ഷെ ഞാൻ എന്തായാലും അവിടെ സ്ലോ ആയി ഞാൻ നിൽക്കുന്നുണ്ട് അവിടെ, കാരണം എനിക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ താഴേക്ക് വന്ന് അവിടെ ആദ്യം കണ്ട ഒരു സിമെൻറ്റ് ബെഞ്ച് ഉണ്ടല്ലോ, അവിടേക്ക് ഞാൻ ഇരിക്കാനായിട്ട് അവിടെ ഇരുന്നെന്ന് തോന്നുന്നു. ഇരുന്നപ്പോഴാണ് തൊട്ടപ്പുറത്ത് ബഹുമാനപ്പെട്ട സ്പീക്കർ ഉണ്ട് എന്നുള്ളത് പറഞ്ഞത്. പിന്നെ കാണുന്ന ദൃശ്യങ്ങളിൽ മന്ത്രി ഇരിക്കുകയാണ്. അതെ. അത് അപ്പോൾ അവിടെ സ്പീക്കർ വന്നിട്ട് എന്നോട് നീ ഈ ഒരു ശരീരാവസ്ഥയിൽ പോകണ്ട എന്നുള്ളത് പറഞ്ഞു. അത് മാത്രമല്ല, എനിക്ക് അപ്പോഴത്തേക്കും വയ്യാതായി. അതിനുശേഷം പെട്ടെന്ന് തന്നെ ജില്ലാ ആശുപത്രിയിലേക്ക് പോവുകയാണ്. അതിനിടയ്ക്ക് ഇപ്പോൾ സ്പീക്കർ വന്നു. സ്പീക്കർ മിനിസ്റ്ററോട് സംസാരിച്ചു. സ്പീക്കർ മുഖ്യമന്ത്രിയെ ഫോണിൽ വിളിച്ചിട്ട് തന്നു. സംസാരിക്കുന്നത് ദൃശ്യമുണ്ട്, സംസാരിക്കുന്ന ഓഡിയോ ഉണ്ട്. അപ്പോൾ മുഖ്യമന്ത്രിയോട് പറയുന്നുണ്ട് എനിക്ക് കഴുത്തിന് വേദനയുണ്ട് എന്ന്. അതിനു മുമ്പ് സ്പീക്കറുടെ ഓഡിയോ ഉണ്ട്, നമുക്ക് അഡ്മിറ്റ് ആക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിനെ തുടർന്നാണ് ഈ സംഭവത്തിന് ശേഷം കുഴപ്പമൊന്നും ഇല്ലാതിരുന്ന മന്ത്രിക്ക് ഈ സ്പീക്കറും മറ്റുമൊക്കെ ചേർന്ന് ഗൂഢാലോചന നടത്തിയപ്പോൾ ആശുപത്രിയിലേക്ക് പോകേണ്ടി വന്നത് എന്ന ഒരു തിയറി വരുന്നത്. അഭിലാഷ് എന്ത് കഷ്ടമാണെന്ന് ആലോചിച്ച് എനിക്ക്. ഒരു ആൺകൂട്ടം വന്ന് ആക്രമിക്കുന്നു, അതിനുശേഷം അതിൽ നമുക്ക് ഇതുണ്ടാകുന്നു, പ്രശ്നങ്ങളുണ്ടാകുന്നു. എന്നിട്ട് ഇവർ പറയുകയാണ് ഇങ്ങനെ ഇങ്ങനെയാണ് സംഭവിച്ചത്, ഇത് വെറുതെയാണ് എന്ന് പറയുകയാണ്. ഇനി അതിലൊരു കാര്യം പറയാനുണ്ട്, ഇതിൽ മെഷീൻസ് കള്ളം പറയുമോ? അതായത് എനിക്ക് ആ സമയത്ത് ആശുപത്രിയിൽ എത്തുമ്പോൾ ഉണ്ടാകുന്ന മറ്റ് ശാരീരികമായ പ്രശ്നങ്ങളൊക്കെ അവർ ഡോക്ടേഴ്സ് അല്ലേ കണ്ടുപിടിക്കുന്നത്, റെക്കോർഡഡ് അല്ലേ അതിപ്പോൾ അതെങ്ങനെയാണ്? അപ്പോൾ ഇതിലൊരു കാര്യം ഉള്ളത്, അത്രയും വയ്യാത്തൊരു സാഹചര്യത്തിൽ
ആ സ്റ്റെപ്പ് ഉൾപ്പെടെ താഴോട്ട് ഇറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് ഞാൻ താഴെ വന്നവിടെ ഇരിക്കാനായിട്ട് ശ്രമിച്ചത്. അപ്പോൾ അതിനുശേഷം സ്വാഭാവികമായിട്ടും ഡോക്ടർമാർ ആശുപത്രിയിൽ പോയി. ആശുപത്രി പോയതിന് ശേഷം ഡോക്ടർമാർ ആണല്ലോ ബാക്കി കാര്യങ്ങൾ എന്താണ് എന്നുള്ളത്, അപ്പോൾ BP high ആണ് എന്നുള്ളത് പറഞ്ഞു. പിന്നെ ഇവിടേക്കുള്ള ഈ കൈകളിലേക്കും കഴുത്തിലേക്കും ഉള്ള ഇത് കംപ്രസ്ഡ് ആയിട്ടുണ്ട് എന്നുള്ളത് അത് ഇതിൻ്റെ ഇടയിൽ സംഭവിച്ചതാകാം എന്നുള്ളതാണ് ഡോക്ടർമാർ പറയുന്നത്. അപ്പോൾ അതുകൊണ്ടുണ്ടായ തീവ്രമായിട്ടുള്ള വേദന അതുകൊണ്ട് ഉണ്ടാകാം എന്നുള്ളതാണ്. അപ്പോൾ ബാക്കി അത് ഡോക്ടർമാരാണല്ലോ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ എന്താണ് എങ്ങനെയാണെന്നുള്ളത് തീരുമാനിക്കുക. പരിശോധനാ റിപ്പോർട്ടുകളൊക്കെ കയ്യിലുണ്ടല്ലോ. പരിശോധനാ റിപ്പോർട്ടുകളിൽ എന്താണ് പറയുന്നത്? MRI അടക്കം എടുത്തിട്ടില്ലേ? യെസ്. അതിൽ ക്ഷതം എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ്ഡ് ആണോ? അങ്ങനെ ഒരു ക്ഷതമുണ്ട് എന്നുള്ളതാണ് ഡോക്ടർമാർ പറയുന്നത്. അപ്പോൾ അതിൽ ഞാൻ പറയുന്നതേ എന്തൊരു കഷ്ടമാണ് ആക്രമിക്കുക. അല്ല, ഞാനിതൊക്കെ ചോദിക്കേണ്ടി വരുന്നത് അങ്ങനെ ഒരു വിവാദം ഉള്ളതുകൊണ്ടാണ്. ഞാൻ ഇൻസെൻസിറ്റീവ് ആയിട്ട് ചോദിക്കാമെന്ന് വിചാരിക്കുന്നത്. അതായത് ഒരു ആക്രമണം ഉണ്ടാകുക, അതിലൊരു ക്ഷതമേൽക്കുക, അതായത് ആ ക്ഷതമേറ്റതിന് ശേഷം അതിൽ നിന്നുണ്ടാകുന്ന വേദന ആണല്ലോ കൈകളിലേക്കും അതോടൊപ്പം തന്നെ കഴുത്തിലേക്കും ഒക്കെയുള്ള വേദനയുടെ അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അതോടൊപ്പം തന്നെ എൻ്റെ BP നല്ല ഹൈ ആയിട്ട് ഷൂട്ട് അപ്പ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു, അത് കുറയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് പിന്നെ MRI സ്കാൻ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഡോക്ടർമാർ നിർദ്ദേശിച്ചത്. അന്ന് അവിടെ അവരുടെ ഒരു ജില്ലാ ആശുപത്രി നോക്കിയതിന് ശേഷം MRI സ്കാൻ കൂടി എടുക്കണം എന്നുള്ളത് കൊണ്ടാണ് പരിയാരത്തേക്ക് പോയത്. ഞാൻ കേട്ടു പരിയാരത്ത് ICUവിൽ എന്തിനാണ് ആക്കിയത് ഇങ്ങനെയൊക്കെ പറഞ്ഞു. പരിയാരത്തെ ICUവിൽ എന്ന് പറഞ്ഞാൽ ആ ICU ഇപ്പോൾ പുതുതായിട്ട് നമ്മൾ സജ്ജമാക്കിയതാണ്. ഞാൻ ചെല്ലുന്ന ദിവസം അവിടെ അത് ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടി സജ്ജമാക്കിയത്. ആ ICUവിൽ വേറെ ആരും ഉണ്ടായിരുന്നില്ല. കാരണം കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ തുടങ്ങാൻ പോവാണ് പരിയാരം മെഡിക്കൽ കോളേജിൽ. പരിയാരം മെഡിക്കൽ കോളേജിൽ അന്ന് അതിൻ്റെ ലൈസൻസ് കിട്ടിയതേ ഉള്ളൂ കേസ് ഓട്ടോയുടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഡെഡിക്കേറ്റഡ് ICU ആണ് പരിയാരത്തെ ICU. പിന്നെ സ്വാഭാവികമായിട്ടും ഇത്രയും അധികം പോലീസിനും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെയും പിന്നെ പോലീസിനും ഒരു സുരക്ഷയുടെ ഭാഗമായിട്ടുണ്ടല്ലോ. കാരണം പോലീസിൻ്റെ സുരക്ഷാ വലയത്തിനുള്ളിൽ വെച്ചല്ലേ ഇവർ വന്ന് ഇത് ചെയ്യുന്നത്. പിന്നെ അതേപോലെ ഈ തുടർച്ചയായ ദിവസങ്ങളിൽ എനിക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങളുടെ ഒരു 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 കാഠിന്യം, അത് ഏതൊക്കെ തരത്തിലാണ് ആക്രമണങ്ങൾ ഉണ്ടാകുന്നത്. അല്ല, അപ്പോൾ ആരോഗ്യത്തിന്റെ ഗുരുതരാവസ്ഥയേക്കാൾ ഈ പ്രത്യേക സാഹചര്യം പരിഗണിച്ചാണ് ICUവിൽ. അല്ല, അതൊക്കെ ഡോക്ടർമാരാണല്ലോ പറയുക. അത് ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഭാഗത്തു നിന്ന് എനിക്ക് ഉള്ളത് എൻ്റെ വേദനകളും എൻ്റെ കഴുത്തിന്റെ വേദനയും എൻ്റെ കൈയുടെ വേദനയും അതോടൊപ്പം തന്നെ എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്തതുപോലെയുള്ള ഈ വോമിറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നാണിപ്പോൾ എനിക്ക് അത് ഛർദിൽ കുറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് ആ നിലയിൽ അത് ട്രീറ്റ് ചെയ്യപ്പെടുക എന്നുള്ളതാണ്. വ്യക്തി എന്നുള്ള നിലയിൽ, ഒരു ആക്രമിക്കപ്പെട്ട വ്യക്തി എന്നുള്ള നിലയിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആക്രമിച്ചതിന് ശേഷം അന്ന് പറയേണ്ടി വരിക, ആ ഒരു മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു ആളുകൾ പറയാണ് ഇത് വെറുതെ. ആ ഒരു മാനസികാവസ്ഥ എന്ത് മാനസികാവസ്ഥയാണത്? ഇത് വെറുതെയാണ് ആക്രമിക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു ഇങ്ങനെ ഒരു ആക്രമണമൊക്കെ ഉണ്ടാവുമ്പോൾ വാസ്തവത്തിൽ അതിനെ പൊതുവിൽ അപലപിക്കുകയാണ് ചെയ്യുക, അത് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമാണെങ്കിലും. പക്ഷേ എവിടെ ഈ കോൺഗ്രസിൻ്റെയും അതുപോലെ യൂത്ത് കോൺഗ്രസിൻ്റെയും ഒക്കെ നേതാക്കൾ എവിടെ വനിതാ നേതാക്കളൊക്കെ എവിടെ? എന്തുകൊണ്ടാണ് ഇങ്ങനൊരു സ്ത്രീക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടായപ്പോൾ ആരെങ്കിലും ഇതിൽ അപലപിച്ചോ? എത്ര മോശമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവർ പറയുന്നത്. അതോടൊപ്പം തന്നെ ഇതിനൊക്കെ ഒരു ജനാധിപത്യപരമായിട്ടുള്ളൊരു മാർഗമില്ലേ? ആ ജനാധിപത്യപരമായ മാർഗത്തിൽ നിന്ന് മാറിക്കൊണ്ട് ഫിസിക്കൽ അസോൾട്ടിലേക്ക് പോകത്തക്കവണ്ണം ആ നിലയിൽ അത് പ്രേരിപ്പിച്ചത് തന്നെയാണെന്ന് ഞാൻ കരുതുന്നു. ഇതൊക്കെ ഒരു ചെയിൻ പോലെ നമ്മൾ ആലോചിക്കണം. ഒന്ന് നമ്മുടെ ഈ വീട്ടിൽ കൊണ്ടുവന്ന് ഒരു മൃതദേഹത്തിലാണല്ലോ റീത്ത് വെക്കുക, വീട്ടിൽ കൊണ്ടുവന്ന് റീത്ത് വെക്കുക. അതിനുശേഷം പിന്നീട് തുടരെ ആക്ഷേപകരമായി പ്രസംഗിക്കുക. അതിനുശേഷം വയനാട്ടിൽ ഒരാൾ പറയുകയാണ് അവളുടെ മുഖം ഞങ്ങൾ കറുപ്പിക്കും. എന്താണ് അതിൻ്റെ ഉദ്ദേശം? അവളുടെ മുഖം ഞങ്ങൾ കറുപ്പിക്കും എന്ന് പറയും. അവളൊന്ന് ഇറങ്ങട്ടെ വെളിയിൽ. ഈ ആക്രമണം ഉണ്ടാകുന്നതിന് മുൻപാണ്. അതിനുശേഷം വഴിയിൽ ഉടനീളം വന്ന് ഗ്ലാസ്സിലടിക്കുക, ഫ്ലാഗ് പോസ്റ്റ് ഒടിക്കാൻ ശ്രമിക്കുക. അതിനുശേഷം റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ടോ ഒരു സൈഡിൽ നിന്നിട്ടല്ലല്ലോ കരിങ്കൊടി കാണിക്കുന്നത്. അവർ ഈ ആൾക്കൂട്ടത്തിനകത്തേക്ക് കയറി ഈ പോലീസിന്റെ വലയത്തിനുള്ളിലേക്ക് കയറി വരികയല്ലേ? എന്തിനാണ്? അതെന്തിനായിരുന്നു? അതെന്തിനായിരുന്നു? മന്ത്രിമാർ മുമ്പും കേരളത്തിൽ ഇന്റൻസ് ആയിട്ടുള്ള പ്രതിഷേധങ്ങൾ നേരിട്ടിട്ടുണ്ട് പല മന്ത്രിസഭകളുടെ കാലത്ത്. ഇവിടെ ഇപ്പോൾ മന്ത്രിയുടെ തൊട്ടടുത്ത് വരെ അവർ ഒരു ആംബുഷ് ചെയ്തത് ശരിയായില്ല എന്ന അഭിപ്രായം ടെലിവിഷനിൽ തന്നെ പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ.
അതിൽ എനിക്ക് വ്യക്തതയുണ്ട്. പക്ഷേ ഈ സംഭവം നടന്നു, മന്ത്രിയെ ആശുപത്രിയിലാക്കി, അത്രയും സ്വാഭാവികമാണ്. അതിനുശേഷം CPM നേതാക്കൾ ഇതൊരു വധോദ്യമമായിരുന്നു എന്ന മട്ടിൽ അതിഭയങ്കരമായി ഇതിനെ അതിശയോക്തിയോടുകൂടി അവതരിപ്പിച്ചു. ആ നിലയ്ക്ക് നോക്കിയാൽ ഇപ്പോൾ സ്വാഭാവികമായും ജനങ്ങളിൽ നിന്നുണ്ടാവേണ്ട പ്രതികരണം ഉണ്ടാവാതിരുന്നതിന് കാരണം ഇത്തരത്തിൽ അതിശയോക്തിവൽക്കരിച്ച് മന്ത്രിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു 1-2 കോൺഗ്രസ്സുകാർ എന്ന മട്ടിൽ അവതരിപ്പിച്ചതുകൊണ്ടാണ്. അതിന്റെ കാരണങ്ങൾ ഉണ്ടാകാം. കാരണം അതിലിപ്പോ ഈ പറഞ്ഞതുപോലെ ഇപ്പൊ അഭിലാഷ് സാധാരണ നിലയിൽ ഒരു സമരം നടക്കുമ്പോൾ ഒരു സ്ത്രീകൾക്കെതിരെയുള്ള സമരമാണേലും അതിൽ വനിതകളും ഉണ്ടാകും, അതിൽ പെൺകുട്ടികളും ഉണ്ടാകും. ഇത് ഒരു 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 ആണുങ്ങളുടെ ഒരു ഗ്രൂപ്പാണ് വന്ന് അറ്റാക്ക് ചെയ്യുന്നത്. ആ അറ്റാക്ക് ചെയ്യുക എന്നുള്ളതിന് തുടർച്ചയും കൂടി ഉണ്ടല്ലോ. ഇതിനൊരു തുടർച്ചയുണ്ടെന്നേ, ഒരു ദിവസം കൊണ്ട് ചെയ്യുന്നതല്ലല്ലോ. ഇവർ തുടർച്ചയായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കല്ലേ. ഇത് ചെയ്തുകൊണ്ട് ഇരുന്നിട്ട് വന്നിട്ട് നമ്മളിപ്പോൾ ആ നിലയിൽ വന്ന് ഫിസിക്കലായിട്ട് ഇപ്പോൾ അഭിലാഷ് ഞാനിവിടെ സംസാരിക്കുന്നു, അല്ലെ അഭിലാഷിനെ എനിക്ക് മനഃപൂർവ്വം ദേഹോപദ്രവം ഏൽപ്പിക്കണമല്ലേ ഞാൻ മുന്നോട്ട് വരുള്ളൂ. അപ്പം ഞാനും അഭിലാഷും കൂടെ ഒരു തർക്കം ഉണ്ടാവും. നമുക്കിങ്ങനെ നിന്ന് തർക്കിക്കാമല്ലോ അല്ലേ. അപ്പോൾ അഭിലാഷിനെ മനഃപൂർവ്വമായിട്ട് എങ്ങനെയാണ്, മുൻപൊരു വാക്കേറ്റമൊന്നും അവിടെ ഉണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ പിന്നെന്താ സംഭവിച്ചേ? ഇവർ പ്ലാൻഡാണ്, ആസൂത്രിതമായിട്ട് പതുങ്ങിയിരുന്നിട്ട് ഇവർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പുലി ഇരയെ കാണുമ്പോൾ ചാടി വീഴുന്ന പോലെ ഇവർ ചാടി വീഴുകയാണ്. അത് ആ വിഷ്വൽസ്, അവരുടെ തന്നെ വിഷ്വലിൽ നിന്ന് അത് വ്യക്തമല്ലേ. അത് ഈ പ്രതിഷേധത്തിന്റെ മാക്സിമം, അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിന് മാക്സിമം പ്രകടിപ്പിക്കാനാവാം. ഞാൻ ചോദിക്കുന്നത് അതിനെ ഒരു വധോദ്യമമായി പർവ്വതീകരിക്കുമ്പോഴല്ലേ ഈ പ്രശ്നം? അല്ല, ഈ പ്ലാൻഡാണ് ഇതെല്ലാം, ഈ പ്ലാൻഡായിട്ടുള്ള അറ്റാക്കാണ് ഇതെല്ലാം. അതുപോലെ ഇവർക്ക് ഇനി അവിടെ കൊണ്ടു നിർത്താമായിരുന്നല്ലോ ഇല്ലേ. ആ പതുങ്ങിയിരുന്നു, മുന്നിലോട്ട് വന്നു, ശരി കരിങ്കൊടി കാണിക്കുന്നതിന് വേണ്ടി നിൽക്കുന്നു എന്നുള്ളത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിൽക്കുന്നു എന്നുള്ളത് വെക്കാം. പക്ഷെ എന്നാലും എന്തിനിവർ ഈ വലയം ഭേദിച്ച് ഉള്ളിലേക്ക് വന്നു? എന്നെ ഫിസിക്കലായിട്ട് ശാരീരികമായിട്ട് ആക്രമിക്കുന്ന നിലയിലേക്ക് പോയി? എന്തിനാണ് പോയത്? അവർക്ക് അങ്ങനെ ഒരു ഉദ്ദേശം ഇല്ലെങ്കിൽ, അങ്ങനെ ഒരു ഉദ്ദേശം അവർക്കില്ല എങ്കിൽ എന്തിന് ആ പോലീസ് വലയം ഭേദിച്ച് അകത്തേക്ക് വന്നു? അവിടെ ആ നിലയിലുള്ള പ്രശ്നങ്ങൾ എന്തിന് ഉണ്ടാക്കി? അപ്പൊ ഇതിൽ ക്ലിയർ ആയിട്ടുള്ളൊരു ഇന്റൻഷൻ അവർക്കുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പൊ അത് അങ്ങനെ സംശയം എന്ന് പറയുന്നത് പ്രതിഷേധം അതിന്റെ ഒരു വലിയ ഇന്റൻസിറ്റിയിൽ പ്രകടിപ്പിക്കുക എന്നുള്ളതാക്കി എടുത്താൽ പോലെ നമ്മൾ ഇത്രയും കാലത്തെ ജനാധിപത്യ എക്സ്പീരിയൻസിൽ എത്രയോ മന്ത്രിമാർ സമരത്തെ നേരിട്ട് ആ ഇന്റൻസിറ്റി ശാരീരിക ആക്രമണമാണല്ലോ അല്ലേ? അല്ലെങ്കിൽ പിന്നെ അടുത്ത് വരണോ? ആ ഇന്റൻസിറ്റി ശാരീരിക ആക്രമണം അല്ലേ? എനിക്ക് അഭിലാഷിനോട് ചോദിക്കുന്നത്, എനിക്കറിയില്ല. അതൊരു ശാരീരിക ആക്രമണമല്ലേ അവരുടെ ഉദ്ദേശം വെച്ചത്? അപ്പൊ എന്തിനാണ് ഇത് എന്നുള്ളതുകൂടെ നമ്മൾ കാണണ്ടേ? എന്തിനാണ് ഇത് നടത്തുന്നത് എന്നുള്ളത്. ഇപ്പൊ കേരളത്തിന്റെ ആരോഗ്യരംഗത്തെ സംബന്ധിച്ചിടത്തോളം ഈ കാലഘട്ടത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഏത് മേഖലയെ, ഞാൻ പണ്ടും പ്രതിപക്ഷ നേതാവിനോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാകണം. അവരുടെ കാലത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ, ഇക്കാലത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ, അവരുടെ കാലത്തെ ചികിത്സാ സംവിധാനങ്ങൾ, ഇക്കാലത്തെ ചികിത്സാ സംവിധാനങ്ങൾ, അവരുടെ കാലത്ത് സൗജന്യ ചികിത്സ എത്ര രൂപ നൽകി? 30,000 രൂപ. ഇപ്പോ ഒരു കുടുംബത്തിന് 5 ലക്ഷം രൂപ. പൊതുസംവാദമാക്കാവുന്നതാണ്. പക്ഷെ എന്തിനാണ് ഇത് ചെയ്യുന്നത്? ഈ സംഭവത്തിന് ശേഷം ഞാൻ നേരത്തെ സൂചിപ്പിച്ച CPM നേതാക്കളുടെ പ്രതികരണങ്ങൾ. അപ്പോൾ പിറ്റേന്ന് രാവിലെ MV ജയരാജനും മറ്റുമൊക്കെ മന്ത്രി വളരെ ഗുരുതരാവസ്ഥയിലാണ് എന്ന് ധ്വനിപ്പിക്കുന്ന വിധത്തിൽ, അല്ലെങ്കിൽ മന്ത്രിക്ക് സാരമായ പരിക്കുണ്ട് എന്ന് ധ്വനിപ്പിക്കുന്ന വിധത്തിൽ സംസാരിക്കുന്നു. അപ്പോൾ അതിനുശേഷം പിന്നീട് ICUവിൽ നിന്ന് നഴ്സുമാരെല്ലാം കൂടി എടുത്തൊരു സെൽഫി പുറത്തേക്ക് വരികയാണ്. പിറ്റേന്ന് പുലർച്ചെ 4 മണിയായപ്പോഴേക്കും മന്ത്രി ICUവിൽ നിന്ന് പോകാൻ, സാധാരണ നമുക്കറിയാം ICUവിൽ നിന്ന് ഒരാളെ വാർഡിലേക്ക് മാറ്റുന്നു, നിരീക്ഷിക്കുന്നു ഡോക്ടർമാർ, 48 മണിക്കൂർ നേരം വെയിറ്റ് ചെയ്യുന്നു, അതിനുശേഷം ഡിസ്ചാർജ് ചെയ്യുന്നു. ഇങ്ങനെയാണല്ലോ ഒരു പ്രൊസീജിയർ. ഇവിടെ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് മറ്റൊക്കെ ചോദിക്കുന്ന ചോദ്യമുണ്ട്, അങ്ങനെയുള്ള ഗുരുതരാവസ്ഥയിൽ ICUവിൽ കിടന്ന ഒരാളെ ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു ആംബുലൻസ് എങ്കിലും മിനിമം വേണ്ടേ എന്നുള്ളതാണ്. അപ്പോൾ 4 മണിക്ക് മന്ത്രി പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് കാറിൽ പത്തനംതിട്ടയിലേക്ക് വരികയാണ്. ഇതിൽ നമ്മൾ കാണേണ്ടത്, ഇതിലെല്ലാം ഈ ആക്രോശങ്ങളുണ്ടല്ലോ, അതായത് ആക്രമിച്ചവരുടെ ആക്രോശങ്ങളാണ് ഇതൊക്കെ. എന്തിനാണ് ഈ ആക്രോശങ്ങൾ? അവരുടെ ആക്രമണത്തെ ന്യായീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ഈ ആക്രോശങ്ങൾ നടത്തുന്നത്. ഒരാളെ ആക്രമിക്കുക, അതിൽ പരിക്കേൽക്കുക ഇൻ ദ സെൻസ് ക്ഷതമുണ്ടെന്നുള്ളത് നമ്മുടെ MRIയുടെ സ്കാൻ റിപ്പോർട്ടിൽ ഉൾപ്പെടെ ഉണ്ടല്ലോ, ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടല്ലോ ഇതിൽ ക്ഷതമേറ്റിട്ടുണ്ട് എന്നുള്ളത്. അതായത് കൈകളിലേക്കും കഴുത്തിലേക്കും പോകുന്ന നാഡികൾക്ക് കംപ്രസ്ഡ് ആയിട്ട് ക്ഷതമുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അവരിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് ഉണ്ടല്ലോ.
അപ്പോൾ ഇതില് ഇവര് എന്നിട്ട് ആക്രോശിക്കുകയാണ്. എന്തിനാണ് ആക്രോശം? അവർ ചെയ്തത് ശരിയാണ് എന്നുള്ളത് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം ഈ ജില്ലാ ആശുപത്രിയിലേത് വാസ്തവത്തിൽ ജില്ലാ ആശുപത്രിയിൽ പോയിട്ട് അവർ പരിഹാരത്തിലേക്ക് മൂവ് ചെയ്യാൻ പറഞ്ഞു. ആ സമയത്ത് എനിക്ക് ഒട്ടും മൂവ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഞാൻ തന്നെയാണ് പറഞ്ഞത് നിൽക്കട്ടെ, ഞാൻ കുറച്ച് സമയം കൂടെ നോക്കട്ടെ. അപ്പോൾ അവർ പറഞ്ഞല്ല സർ, ഈ സ്പൈനെ സംബന്ധിച്ച് എടുത്തോളം എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ടും നോക്കിയേ പറ്റുള്ളൂ. അത് ഉണ്ടെങ്കിൽ അത് അപകടകരമാണ് എന്ന് പറഞ്ഞു. അതാണ് അവർ MRI സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട്, MRI സ്കാൻ നടത്താൻ വേണ്ടിയിട്ട് അവർ നിർബന്ധം പിടിച്ചത് അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം അവർ മറ്റ് എക്സ്റേയും മറ്റു കാര്യങ്ങളൊക്കെ എടുത്തു. അതിൽ സോഫ്റ്റ് ടിഷ്യൂവിന് ഇഞ്ചുറി മറ്റു കാര്യങ്ങളൊക്കെ അവർ കണ്ടിരുന്നു എന്നാണ് ഡോക്ടേഴ്സ് എന്നോട് പറഞ്ഞത്. അതിന് ശേഷമാണ് മറ്റേ ഇവിടേക്ക് എന്താണ് നമ്മുടെ പരിഹാരത്തേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനം അല്ല അവർ പറഞ്ഞത്. അപ്പം ഞാൻ തന്നെയാണ് കുറച്ച് വൈകട്ടെ, എനിക്ക് ഇപ്പോൾ പോകാനുണ്ടായില്ല. കാരണം എഴുന്നേറ്റിരിക്കുമ്പോൾ തല കറങ്ങുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത് മാത്രമല്ല BP മരുന്ന് കഴിച്ചിട്ടും ലോ ആവാതെ നിൽക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ പെയിൻ ആണ് വാസ്തവത്തിൽ എൻ്റെ BP കൂട്ടുന്ന ഒന്ന്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കഴിയട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പിന്നെ അവർ ഡോക്ടേഴ്സ് പറഞ്ഞ് ചെയ്തേ പറ്റുള്ളൂ. പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ടീം ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെയാണ് ഞാൻ പരിയാരത്തേക്ക് പോകുന്നത്. പരിയാരത്ത് പോയി രാത്രി തന്നെ അവർ ഇത് ചെയ്തു. അപ്പോൾ ഇവർ ഈ സംശയിച്ചതുപോലെ നട്ടെല്ലുമായി ബന്ധപ്പെട്ട്, അതായത് നാഡികൾക്ക് ക്ഷതമേറ്റിട്ടുണ്ട് ഈ ഒരു ഇതിൽ. അതുകൊണ്ടാണ് കൈകളിലേക്കും കഴുത്തിലേക്കുമുള്ള നല്ല ഇൻറ്റൻസ് ആയിട്ടുള്ള പെയിൻ ഫീൽ ചെയ്തത്. അതുപോലെ ഈ കൈകൾക്ക് ഒരു ഇതിനേക്കാളും അപേക്ഷിച്ചിട്ടൊരു വീക്ക്നെസ് ഉണ്ടായിരുന്നു ഈ വലത്തെ കൈക്ക്. അപ്പോൾ അതെല്ലാം കൊണ്ടുകൂടിയിട്ടാണ് അവരന്ന് MRI ചെയ്യണമെന്നുള്ളത് പറയുകയും അവർ ചെയ്തു. അപ്പോൾ ഈ പറഞ്ഞതുപോലെ കോഡിന് ആ നിലയിൽ പ്രശ്നം അങ്ങനെയില്ല എന്നുള്ളത് കണ്ടെത്തുകയും ചെയ്തു. അതിനുശേഷം ഇപ്പോൾ പിറ്റേ ദിവസം അന്ന് എനിക്കൊന്ന് ആ സിസ്റ്റേഴ്സ് തന്നെ അവർ ICUവിൽ നിന്ന് കരയുന്ന സാഹചര്യം ഉണ്ടായി. കാരണം അവർ അന്ന് തലേന്ന് ഞാൻ ആഹാരം കഴിച്ചില്ല, പിറ്റേന്നും ആഹാരം കഴിക്കുന്നത് എനിക്ക് വേണ്ട എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ അവരെന്നെ എഴുന്നേറ്റ് കാരണം ഇരുത്തിയിട്ട് ആഹാരം തന്നിട്ടാണ് അവർ പറഞ്ഞു ഒന്നും വിഷമിക്കണ്ട കേട്ടോ, ഞങ്ങളെല്ലാം കൂടെ ഉണ്ടെന്ന് പറഞ്ഞ്. അവരുടെ ഇതാണ് എന്താണ് എന്തെങ്കിലും ഒളിപ്പിക്കാനുണ്ടെങ്കിൽ, എന്തെങ്കിലും കള്ളം പറയാനുണ്ടെങ്കിൽ, എന്തിനാണ് അതൊക്കെ ചെയ്യുന്നത്? പ്രോട്ടോകോളിന്റെ ലംഘനമാണെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെട്ടത്. അതിനകത്ത് അത് ഹോസ്പിറ്റലിൽ നോക്കും. പക്ഷെ അവരുടെ മറ്റൊരു ഇന്റൻഷനോടുകൂടി ആ ICUവിൽ മറ്റൊരാളില്ല. ആ ICUവിലുള്ള സിസ്റ്റേഴ്സാണ് അത്. ICU തന്നെയുള്ള സിസ്റ്റേഴ്സാണ്. ഞാൻ പറഞ്ഞില്ലേ, ICU പുതുതായിട്ട് സജ്ജീകരിച്ചതാണ്. പുതുതായിട്ട് എനിക്ക് വേണ്ടി സജ്ജീകരിച്ചതല്ല, കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനെ സജ്ജീകരിച്ചതാണ്. ബാക്കി കാര്യങ്ങൾ അവിടെ അവർ നോക്കും. അപ്പോൾ അവർ ആഹാരം തന്നിട്ട് അവർ എനിക്കൊരു ഇത് തന്നിട്ട് അവരെടുത്ത ഫോട്ടോയാണ് ആവട്ടെ. അതിൻ്റെ പേരിൽ അവരെ മറ്റു നടപടികളിലേക്ക് പോകേണ്ടതില്ല എന്ന് ഞാൻ പറഞ്ഞു. കാരണം ഇതിനകത്തൊന്നും ഒളിക്കാനില്ലല്ലോ. എന്താ ഒളിക്കാനുള്ളത്? എന്താണ് ഒളിപ്പിച്ചു വെക്കാനുള്ളത്? എന്ത് കള്ളാണ് അതിൽ പറയാനുള്ളത്? അപ്പോൾ ഇതെല്ലാം സത്യമായിട്ടുള്ള കാര്യമാണ്. ഞാൻ ഈ പറഞ്ഞത് മുഴുവൻ സത്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. കള്ളം ആണ് എന്ന് തോന്നുന്നത്, കള്ളം അഭിനയിച്ചവരാണ് കള്ളമാണെന്ന് തോന്നുന്നത്. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ കള്ളമാണ് എന്നുള്ളത് ആ നിലയിലുള്ളവർ ആണ് ഇത് കള്ളമാണെന്ന് അവർക്ക് തോന്നുന്നത്. ഇതൊക്കെ നമ്മുടെ മുന്നിൽ സത്യമായിട്ടുള്ള കാര്യമാണ്. അപ്പം അങ്ങനെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ CPM നേതാക്കളാകെ തന്നെ മന്ത്രി സാരമായി പരുക്കേറ്റ് ICUവിൽ കിടക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ ഡോക്ടർമാരുടെ കണ്ടിന്യൂസ് മോണിറ്ററിംഗ് ഇല്ലാതെ വാർഡിലേക്കോ അതല്ലെങ്കിൽ റൂമിലേക്കോ മാറ്റാതെ ഒരു 48 അല്ലെങ്കിൽ അതിൽ കൂടുതൽ 64 മണിക്കൂർ വിശ്രമിക്കാതെ നമ്മുടെ ഈ റോഡിലൂടെ, ഇത്രയും മോശമായി കിടക്കുന്ന റോഡിലൂടെ കാറിൽ പത്തനംതിട്ടയിലേക്ക് വന്നു. അപ്പോൾ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ് ചോദിച്ചത് ഗുരുതരാവസ്ഥയെ തന്നെ മന്ത്രി പരിഹസിക്കുകയാണെന്നാണ്. ഇത് ഇവർക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ പറയാനായിട്ട് കഴിയുള്ളൂ. അഭിലാഷ് ആലോചിച്ച് നോക്കിയേ, ഇപ്പൊ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഈ രീതിയിലൊരു സംഭവം ഉണ്ടോ? ഇങ്ങനെ ഒരു ഒരു മന്ത്രിയെ വന്നിട്ട് ആക്രമിച്ചിട്ട് ഞാൻ ആദ്യത്തെ കാര്യം കൃത്യമായി പറഞ്ഞല്ലോ. അവരുടെ ഇന്റൻഷൻ വളരെ ക്ലിയർ ആണ്. ആക്രമിക്കുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ഇന്റൻഷൻ. അല്ലെങ്കിൽ അവരകത്തേക്ക് വരില്ല, ആ വലയം ഭേദിച്ച് അകത്തേക്ക് വരില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് അതിനുശേഷം എന്തുകൊണ്ട് ICUവിൽ എന്നുള്ളത് ഒക്കെ ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ കിടന്ന ICU എന്നുള്ളത് പരിയാരത്ത് ആ ICUവിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിനുശേഷം എനിക്ക് അവിടെ പത്തനംതിട്ടയിലേക്ക് വരണം എന്നുള്ളതാണ്. തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ ഫർദറായിട്ട് ഇത് വേണമെങ്കിൽ അവിടേക്ക് പോകണം എന്നുള്ളതാണ്.
പറഞ്ഞത്. ഞാൻ സ്വകാര്യ വാഹനത്തിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. സ്വകാര്യ വാഹനത്തിൽ അതിൽ വലിയ ജർക്കൊന്നും ഇല്ലാതെ തന്നെ, കാരണം എനിക്ക് അവിടെ നിന്ന് പരിയാരത്ത് നിന്ന് എയർപോർട്ടിൽ പോയി പിന്നെ അവിടെ നിന്ന് പിന്നെ കണക്ഷൻ ഫ്ലൈറ്റാണ് ഉള്ളത്. കൊച്ചി വന്ന് കൊച്ചിയിൽ നിന്ന് പിന്നെ അവിടേക്ക്, പിന്നെ അവിടെ നിന്ന് വീണ്ടും 2.5-3 മണിക്കൂർ എനിക്ക് നാട്ടിൽ പത്തനംതിട്ടയിലേക്ക് എത്തും. അപ്പോൾ ആ സമയം കൊണ്ട് എനിക്കും ഞാൻ നിർത്തിയാണ് വന്നിട്ടുള്ളത്. കാരണം വോമിറ്റിംഗ് ഉള്ളതുകൊണ്ട് എൻ്റെ 2-3 റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ നിർത്തി അങ്ങനെ ഉള്ള ഒരു വിശ്രമം എടുത്തിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ സ്വകാര്യ വാഹനത്തിൽ വലിയ ജർക്കില്ലാതെ തന്നെയാണ് ഞാൻ വന്നിട്ടുള്ളത്. അതിൽ മറ്റ് വിമാനമാർഗം എനിക്ക് എത്തുന്ന അതേ സമയം തന്നെയാണ് ഞാൻ ഇതിലൂടെ എത്തിയിട്ടുള്ളത്. ഞാൻ അത്രയും സഞ്ചരിച്ച് വിമാനത്താവളത്തിലെത്തി, തിരുവനന്തപുരത്ത് എത്തി, അവിടെ നിന്ന് ഇവിടേക്ക് എത്തുന്ന സമയം തന്നെയാണ് ഏകദേശം അതിൽ ഉണ്ടായിട്ടുള്ളത്. ഇനി ട്രെയിനാണെങ്കിൽ പോലും ആ സമയം തന്നെ കൊണ്ട് ഞാനിവിടെ എത്തുകയും ചെയ്തു. പിന്നെ രാവിലെ എന്നുള്ളത് കൊണ്ട് വലിയ ട്രാഫിക് പ്രശ്നങ്ങളില്ലാതെ എത്തുകയും ചെയ്തു. പക്ഷേ അത് എൻ്റെ ഒരു കംഫർട്ട് ലെവൽ കൂടി നോക്കിയിട്ടാണ്. ഞാൻ പൊതുവിൽ റോഡിലൂടെ യാത്ര ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരാളാണ് ഇവിടെ കൂടുതലായിട്ടും. അപ്പോൾ എനിക്ക് അതാണ് എൻ്റെ ഒരു കംഫർട്ടും കൂടി അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ജർക്കൊന്നും വളരെ കുറവുള്ള രീതിയിലാണ് ഒരു സ്വകാര്യ വാഹനത്തിൽ, നമ്മുടെ ഒരു ബന്ധുവിൻ്റെ വാഹനത്തിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ സാധാരണ നിലയിൽ പരുക്കോ അസുഖമോ ഒക്കെ നേതാക്കൾക്കോ സെലിബ്രിറ്റീസിനോ ഒക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും അനുതാപം പ്രകടിപ്പിക്കാറാണ് പതിവ്. അങ്ങനെ ഒരു എമ്പതി പൊതുവേ കാണാറുണ്ട്. പക്ഷേ മന്ത്രി വീണ ജോർജിൻ്റെ കേസിൽ അങ്ങനെ കണ്ടില്ല. എന്ന് മാത്രമല്ല, വളരെ ശക്തമായ വിമർശനം വന്നു. ഈ ആവർത്തിച്ച് നടി, അഭിനേതാവ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ, ഇപ്പോൾ ടി വിയിലും മറ്റിലും ഒക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. നേതാക്കളുടെ വാക്കുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. എന്തു തോന്നി? അവരുടെ ജനാധിപത്യ ബോധം അതാണ് ഉള്ളത്. അവരുടെ ജനാധിപത്യ ബോധവും അവരുടെ മാനസികാവസ്ഥയും അതാണ് എന്നുള്ളത് മാത്രമേ എനിക്കതിൽ പറയാനായിട്ട് കഴിയുള്ളൂ. ഞാൻ കടന്നുപോയ ഒരു ശാരീരികവും മാനസികവുമായ എനിക്ക് നേരെ ഉണ്ടായ ഒരു ആക്രമണത്തിൻ്റെ ഭീകരത വളരെ വലുതാണ്. അത് അതിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമേ അത് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് അവരുടെ ജനാധിപത്യ ബോധം. അവരാരാണ് ഈ പറയുന്നത്? ഒരു വശത്ത് സ്ത്രീകളെ പീഡിപ്പിക്കുന്നു, മറുവശത്ത് സ്ത്രീകൾക്കെതിരെ ഇങ്ങനെ ബോധപൂർവ്വം അറ്റാക്ക് ചെയ്യുന്നു, ആക്രമണം നടത്തിയാണ് റോഡിൽ. എന്താണ് ഇവർ സ്ത്രീകൾക്ക് നൽകുന്ന സുരക്ഷ? എന്താണ് ഇവർ പറയുന്ന സ്ത്രീ സുരക്ഷ എന്താണ്? എന്തിനെക്കുറിച്ചാണ് ഇവർ പറയുന്നത്? ഇവരുടെ വനിതാ നേതാക്കളാരെങ്കിലും ഇത് സംബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലും പേഴ്സണലി വിളിച്ചോ? ഞാൻ ചോദിക്കുന്നത് സ്വന്തം പാർട്ടിക്കാരല്ലാത്തവർ. ബഹുമാനപ്പെട്ട സംസ്ഥാന ഗവർണർ വിളിച്ചിരുന്നു. അദ്ദേഹം വിളിച്ചിട്ട് അദ്ദേഹം അതിലുള്ള ഒരു ദുഃഖം അറിയിക്കുകയും അതോടൊപ്പം തന്നെ അതിൽ വിഷമിക്കേണ്ട എന്ന് പറയുകയും അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു. ആരും വിളിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതാണ് അവരുടെ ഒരു വശത്ത് സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നു, സ്ത്രീ പീഡനം നടത്തുക ഒരു വശത്ത്, മറുവശത്ത് സ്ത്രീകളെ തെരുവിൽ ആക്രമിക്കുകയാണ്, എന്നിട്ട് വാക്കാൽ ആക്രമിക്കുകയാണ്, വെർബലായിട്ട് ആക്രമിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇവർ. അപ്പോൾ ഈ വിഷ്വൽ ഇല്ലായിരുന്നെങ്കിൽ ഇവരെന്ത് പറയായിരുന്നു? ഇത്രയും വിഷ്വൽസ് ഇവരുടെ മുന്നിൽ ഉണ്ടായിരുന്നിട്ടും ഇവരെന്താ പറയുന്നത്? അപ്പോൾ അത് അവർക്ക് വേണ്ടിയിട്ട് എടുത്ത വിഷ്വലാണെന്നൂടെ നമ്മൾ ആലോചിക്കണം. അതായത് അവരുടെ ഒരു ഭാഗം മാത്രമേ അതിൽ കാണുന്നുള്ളൂ. അവർ കൊണ്ടുവന്ന് പ്ലാൻ ചെയ്ത് അവരെടുത്ത വിഷ്വൽസ് ആണ്. ആ വിഷ്വൽസ് എന്നുള്ളത് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. ബാക്കി യഥാർത്ഥത്തിൽ എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ളത് നമുക്ക് കാണുന്നില്ല. അല്ല, അതിൽ പ്രതിപക്ഷത്തിന് പറയാനുള്ളത്, മന്ത്രി ആക്രമിക്കപ്പെടുന്ന ഒരു വിഷ്വലെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ ഈ നിലപാട് മാറ്റാമെന്നാണ്. ആദ്യത്തെ പ്രതികരണം പരിശോധിക്കാം എന്നുള്ളതായിരുന്നു. അപ്പോൾ മന്ത്രി ആക്രമിക്കപ്പെടുന്നതായി എന്തെങ്കിലും ഒരു ദൃശ്യം ആദ്യം അവർ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടത് എൻ്റെ അടുത്ത് വന്നില്ലെന്നായിരുന്നു. അത് മാറിയോ? എൻ്റെ അടുത്ത് ഇവരുടെ ഒരാൾ വന്ന് നിൽക്കുന്നതിന്റെ വിഷ്വൽ ഉണ്ടല്ലോ, ഇല്ലേ? അടുത്തെത്തിയിട്ടുണ്ട്. ആദ്യം ഇവർ പറഞ്ഞെന്താ? അടുത്തേ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. പോലീസിന്റെ വലയത്തിലാണ്, പോലീസുകാരുടെ നടുക്കാണ് മന്ത്രി. അതെ, പോലീസിന്റെ വലയം ഭേദിച്ചുള്ളിലേക്ക് ഒരാൾ കയറി വരികയാണെന്നേ. കയറി വന്നിട്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം ഇവർ പറഞ്ഞു അടുത്തെത്തിയിട്ടില്ല. അത് കള്ളമായിരുന്നു, പൂർണ്ണമായിട്ടും കള്ളമായിരുന്നു. അടുത്തതെന്താ ഇവർ പറഞ്ഞേ? ഇപ്പോൾ അവർ പറയുന്നു ആക്രമിച്ച വിഷ്വലില്ല. ഈ വിഷ്വൽ എന്താ ആക്രമിച്ച ഇല്ലാത്ത? അവർ കൊണ്ടുവന്ന ക്യാമറയും അവരുടെ ചാനലുമാണ് ഉള്ളത്. അതിൽ ആക്രമിച്ച വിഷ്വൽസ് കിട്ടത്തില്ലല്ലോ. അല്ല, CCTV ഇല്ല. അല്ല, CCTV ഞാൻ കണ്ടിട്ടില്ല. അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിഞ്ഞൂടാ. അപ്പോൾ അത് നോക്കട്ടെ. അപ്പോൾ ആ ആക്രമിച്ച വിഷ്വൽസോ എന്തായാലും അടുത്തവരെത്തിയിട്ടുണ്ടല്ലോ. അവിടെ ആ ഉന്തും തള്ളും നടക്കുന്നുണ്ടല്ലോ. ഞാൻ അങ്ങോട്ട് പോയി ആക്രമിച്ചതാണോ? ഞാൻ അവരുടെ ഇടയിലേക്ക് പോയതാണോ? ഞാൻ അവരെ പ്രകോപനപരമായിട്ട് ഞാൻ എന്തെങ്കിലും അങ്ങോട്ട് പറഞ്ഞതാണോ? ഒന്നും ചെയ്തതല്ലല്ലോ. അവരിങ്ങോട്ട് ഒളിച്ചിരുന്ന് വന്ന് ആക്രമിച്ച്
ആ സുരക്ഷാ വലയം ഭേദിച്ച് ഉള്ളിൽ കടന്ന് എൻ്റെയും ആ വനിതാ പോലീസ് ഓഫീസറുടെ അടുത്തേക്ക് വന്നിട്ട് ചെയ്തതല്ലേ ഇത്. അപ്പൊ അത് എന്ത് ന്യായീകരണമാണ് കോൺഗ്രസിന് ഉള്ളത്? അതിൽ എന്താണ് പ്രതിപക്ഷ നേതാവിന് അതിൽ പറയാനുള്ളത്? ഞാൻ പറഞ്ഞില്ലേ അന്ന് ഈ സംഭവങ്ങളെല്ലാം തന്നെ എന്താണ്, ഏതോ കാലത്ത് നടന്ന ചില സംഭവങ്ങളിൽ അത് ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ലാത്ത, അത് ഏത് കാലത്താണേലും ഏത് മുമ്പാണെങ്കിലും. പക്ഷെ അതിലിപ്പോ എനിക്കെതിരെ വരുന്ന ഈ ആക്രമണം വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു ആക്രമണമാണ്. അത് ഫിസിക്കൽ അസോൾട്ടിലേക്ക് വരെ എത്തി എന്നുള്ളതാണ്. ഫിസിക്കൽ അസോൾട്ടിലേക്ക് എത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇതിനെ അങ്ങനെ ഒരു മന്ത്രിയെ മാത്രം ടാർഗറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ പ്രതിപക്ഷത്തിന്? അത് അവർ തന്നെ പറഞ്ഞു. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഒരു ചാനൽ ചർച്ചയിൽ ഞാൻ കേട്ടു, ഒരു ചില ചാനലുകളിൽ എനിക്കെതിരെ ഒരു ഡെസ്ക് ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയ അഭിലാഷേ, എന്തിനാണ് എനിക്കെതിരെ വാർത്തകൾ ചമയ്ക്കാൻ ഒരു ഡെസ്ക്? എന്തിനാണ് പറഞ്ഞ മാധ്യമം? അതെ, അവരുടെ അനുഭവമാണ്. ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഏഷ്യാനെറ്റ് ന്യൂസിലാണ് അങ്ങനെയുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുന്നു. കാരണം പറഞ്ഞ് കേൾക്കുമ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിൽ എന്തിനാണ് എനിക്കെതിരെ ഒരു ഡെസ്ക് ഉണ്ടാകുന്നത്? എന്ത് കാരണത്താലാണ്? അപ്പോ അവിടെ എനിക്കെതിരെ വാർത്ത ചമയ്ക്കുകയാണ്. അപ്പോൾ എന്താണ് അതിൻ്റെ ഉദ്ദേശം? അപ്പൊ ഈ ചോദ്യമില്ലേ, ഒരു വനിതാ മന്ത്രിക്ക് നേരെ ഇത് ചെയ്യണോ എന്നുള്ളത്? അപ്പോൾ അവിടെ ഒരു ഡെസ്ക് ഉണ്ടാകുക, അതിനെതിരെ നിരന്തരമായി കള്ള വാർത്തകൾ ചമയ്ക്കുക. ഇത് നിരന്തരം നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ഒരു കാര്യമല്ലേ ഇത്? അപ്പൊ തീർച്ചയായിട്ടും ഇത് ജനങ്ങൾക്ക് ബോധ്യപ്പെടും എന്നുള്ളതാണ്. എന്നിട്ട് ഈ ആക്രമണവും ഇതെല്ലാം നടത്തിയതിന് ശേഷം പിന്നെ വീണ്ടും പറയുകയാണ്, എത്ര മോശമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ ഒരു പൊതുവായ രീതിയിൽ നിന്നൊക്കെ എത്ര വിഭിന്നമായിട്ടാണ് ഈ കോൺഗ്രസും യൂത്ത് കോൺഗ്രസിൻ്റെയൊക്കെ നേതാക്കൾ പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു പബ്ലിക് ഓഫീസ് കൈകാര്യം ചെയ്യുമ്പോൾ, ഒരു പബ്ലിക് ഓഫീസിൽ ഇരിക്കുമ്പോൾ പ്രതിഷേധങ്ങളും വിമർശനങ്ങളൊക്കെ ഉണ്ടാവും. അതിൽ കാമ്പുണ്ടെങ്കിലും ഇല്ലെങ്കിലും പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാവും. മന്ത്രിക്ക് പ്രതിഷേധങ്ങളോടൊരു അസഹിഷ്ണുതയുണ്ടോ? വിമർശനങ്ങളൊന്നും പാടില്ല, അങ്ങനെ ഒരു തോട്ടുണ്ടോ? അങ്ങനെ ഉണ്ടോ? ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്ന ആളല്ലേ ഞാൻ. ഏറ്റവും കൂടുതൽ എൻ്റെ പെരിങ്ങോത്തെ പ്രസംഗം അവസാനിക്കുന്നത് ഇതിലാണ്. എൻ്റെ കണ്ണൂർ അന്ന് രാവിലത്തെ പ്രസംഗം, CM-ന്റെ മീറ്റിങ്ങിലെ പ്രസംഗം അവസാനിക്കുന്നത് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടാണ്. ഇതൊരുക്കിയതിനാണ്, ഇത് ഓരോ വികസന പ്രവർത്തനവും ഞാൻ എണ്ണി പറഞ്ഞിട്ട്, കണ്ണൂർ ജില്ലാ ആശുപത്രി, മലബാർ ക്യാൻസർ സെന്റർ, ഇപ്പോൾ കാർട്ടീസൽ തെറാപ്പി ഉൾപ്പെടെയാണ് 50 ലക്ഷം രൂപ സ്വകാര്യ ആശുപത്രിയിലാകുന്ന ചികിത്സയാണ് സൗജന്യമായിട്ട് അവിടെ ചെയ്യുന്നത്. മജ്ജമാറ്റുവയ്ക്ക ശസ്ത്രക്രിയ 200-ാമത്തെ ശസ്ത്രക്രിയ ചെയ്തു, 15-20 ആണ്. അപ്പോൾ സ്വകാര്യ മേഖലയെ വെല്ലുവിളിച്ചോ അതിനെ മറികടന്നോ ഒരു സംവിധാനം ഒരുക്കുന്നതിനാണോ ഒരു ആയുർവേദ ഇതൊരു സ്വപ്നമായിരുന്നു ഈ നമ്മുടെ ആയുർവേദ പ്രോജക്റ്റ്. അത് സാധ്യമാക്കിയതിനാണോ? പെരിങ്ങോം ഒരു വൈകാരികതയാണ് പെരിങ്ങോം എന്ന് പറയുന്നത്. അവിടുത്തെ അച്ഛന്മാരൊക്കെ, സാധാരണ എൻ്റെ നാട്ടിലൊക്കെ സ്ത്രീകൾ വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ പറയും, ഇത് പുരുഷന്മാരും പ്രായമുള്ള അച്ഛന്മാരൊക്കെ വന്നിട്ടില്ലേ, അവരുടെ കണ്ണുകൾ നിറഞ്ഞിട്ട്, ഒരു 10-50 വയസ്സുള്ള ആളുകൾ വന്നിട്ട് കൈകൾ ഇങ്ങനെ പിടിച്ചിട്ട് അവരുടെ ഒരു സ്നേഹം അവർ പ്രകടിപ്പിക്കുക. അപ്പം അത്രയും ഇമോഷണലായിട്ട് ആളുകൾ പ്രതികരിച്ചു. എന്തിനാണ്? ആ ഒരു വികസനം അവിടെ സാധ്യമാക്കിയതിനാണ്. അപ്പം ഞാൻ ചോദിച്ചു, അതിനാണോ നിങ്ങളുടെ ഇത്? അങ്ങനെയൊക്കെ ആണെങ്കിൽ അത് ഞാൻ പൂമാലയായിട്ട് സ്വീകരിക്കുന്നു. എനിക്കതുപോലെ ഉള്ളൂ. കാരണം എന്താ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് ബോധ്യമുണ്ടെങ്കിൽ അഭിലാഷയെ എന്തിനാണ് നമ്മൾ അതിൽ അജിറ്റേറ്റഡ് ആവുന്നത്? അപ്പൊ ഞാനൊരു ഒറ്റ കാര്യം കൂടി, മന്ത്രി വരുന്ന ദിവസങ്ങളിൽ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞാൽ ആരോഗ്യം വീണ്ടെടുക്കും, വീണ്ടും സജീവമാവും. അപ്പോൾ ഇനിയും പ്രതിഷേധങ്ങൾ ഉണ്ടാവാം. പ്രതിഷേധങ്ങളോട് ഉള്ള സമീപനം എന്താണ്? പ്രതിഷേധങ്ങളോട് ഞാനൊരു പബ്ലിക് ഓഫീസിൽ ഇരിക്കുകയാണ്, എത്ര വേണമെങ്കിലും പ്രതിഷേധിച്ചോട്ടെ എന്ന് വെക്കുന്നതല്ലേ നല്ലത്? അങ്ങനല്ലേ വെച്ചിട്ടുള്ളൂ. പ്രതിഷേധങ്ങളോട് യാതൊരു തരത്തിലുള്ള അല്ല, അങ്ങനല്ലേ വെച്ചിട്ടുള്ളൂ. ഞാനതിപ്പോ ഞാൻ പ്രസംഗിക്കോ? അപ്പൊ പ്രസംഗിച്ചിട്ട് ഞാൻ എന്താ പറഞ്ഞേ, നിങ്ങളുടെ കരിങ്കൊടി എന്താ, എനിക്ക് ഞാൻ പൂമാലയായി കാണുന്നു എന്ന് പറഞ്ഞ അതിനപ്പുറത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ജനാധിപത്യത്തിൽ ഞാൻ ചെയ്ത പ്രവർത്തനങ്ങളെക്കുറിച്ചും കേരളത്തിൽ സർക്കാർ ആരോഗ്യ മേഖല ചെയ്ത കാര്യങ്ങളെക്കുറിച്ചും ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഇപ്പോൾ എത്ര അഭിലാഷനൊന്ന് ആലോചിച്ച് നോക്കിയാൽ എന്തുകൊണ്ടാണ് ഇവർ കേരളത്തിന്റെ ആരോഗ്യരംഗത്തെ ആക്രമിക്കുന്നത്? ഞാൻ ഈ ദിവസങ്ങളിൽ തുടർച്ചയായി പ്രസംഗിച്ചു. സെൻസിറ്റീവായ അതുകൊണ്ട് മാത്രമല്ല, ജനങ്ങൾ നേരിട്ട് അത് മാത്രമല്ല ഈ കാലത്ത് അത് കൂടിയിട്ടുള്ളതിന് കാരണമുണ്ട്. കേരളത്തിൽ ഇത് വളരെ സത്യമായ കാര്യമാണ്. അഭിലാഷ് നോക്കൂ, നമ്മളുടെ പ്രധാനപ്പെട്ട സ്വകാര്യ ആശുപത്രികളെല്ലാം ആഗോള കുത്തകൾ എടുത്തു. നമ്മൾ ഈ വാക്കുകൾ പറയുമ്പോൾ ഒരു ജനറലൈസ്ഡ് അല്ല,
സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടല്ല അതിനെ കാണേണ്ടത്. അതായത് ഇപ്പോൾ ചില ആശുപത്രികൾ എടുത്തിരിക്കുന്നത് മരുന്ന് കമ്പനികളാണ്. സിംഗപ്പൂരിൽ വലിയ മരുന്ന് കമ്പനികളാണ് എടുത്തിരിക്കുന്നത്. കേരളത്തിന് പുറത്ത് 1.5 കോടി രൂപയാണ് ഒരു ബെഡിന് ഇൻവെസ്റ്റ്മെന്റ്. കേരളത്തിനുള്ളിൽ 2.5 കോടി രൂപയാണ്. അല്ല, അത് അഫോർഡ് ചെയ്യാൻ കഴിയുന്ന ആളുകൾക്ക് നല്ലതല്ലേ, വരട്ടെ. അല്ല, അതല്ല പ്രശ്നം. എവിടെയാണ് പ്രശ്നം? അഫോർഡ് ചെയ്യാൻ കഴിയുന്ന ആളുകൾ എന്നുള്ളതല്ല. ഇപ്പോൾ ഞാൻ അഭിലാഷ് പറഞ്ഞില്ലേ, 200 ആൻജിയോപ്ലാസ്റ്റി ഒരു ദിവസം കേരളത്തിൽ ഒരു ദിവസം നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ നടക്കുന്നുണ്ട്. 200 ആൻജിയോപ്ലാസ്റ്റി. ഒരു ആൻജിയോപ്ലാസ്റ്റിക്ക് 5-6 ലക്ഷം രൂപയാണ്. 3000 ഡയാലിസിസ് സർക്കാർ ആശുപത്രി നടക്കുന്നുണ്ട്. ഒരു ഡയാലിസിസിന് മിനിമം 1500 രൂപയാണ്. കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ സർക്കാർ ആശുപത്രിക്ക് പുറത്ത് നടക്കുമ്പം 55-60 അതിനും മുകളിലും രൂപയാണ്. ഈ രൂപയൊക്കെ എവിടേക്ക് പോകേണ്ടതാണ്? അത് സർക്കാർ ഈ സംവിധാനം ഒരുക്കി, ഇതൊക്കെ ഈ കാലഘട്ടത്തിൽ ഒരുക്കിയിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഒരുക്കിയില്ലായിരുന്നെങ്കിൽ ഇത് സ്വകാര്യ മേഖലയിലേക്ക് പോകേണ്ടതാണ്. അപ്പോൾ എന്താ ഏറ്റവും ഈസി ആയിട്ടുള്ള മാർഗം? ഈസി ആയിട്ടുള്ള മാർഗം സർക്കാർ ആശുപത്രിക്കുള്ളില്ല, അവിടേക്ക് പോകരുത് എന്നുള്ളത് വരുത്തി തീർക്കണം. പൊതുജനാരോഗ്യ മേഖലയെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുക എന്നാണ് ആരോഗ്യമന്ത്രിയുടെ ആരോപണം. അത് തന്നെയാണ്. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പോൾ എൻ്റെ മുന്നിൽ 600 പരാതികൾ 4 വർഷത്തെ സ്വകാര്യ ആശുപത്രികളുടേതുണ്ട്. സർക്കാർ ആശുപത്രികളുടേത് 47%. ഒന്ന് കണക്കാക്കി നോക്കണം. 600 പരാതികൾ. ഇതേ സമാനമായ പരാതികൾ സ്വകാര്യ ആശുപത്രിയിൽ ഈ പറയുന്നവരുടെ മണ്ഡലങ്ങളിൽ ഉൾപ്പെടെ ഉണ്ടല്ലോ. അവരൊരു വാക്ക് സംസാരിച്ചോ? ഒരിടത്തും സർക്കാരിലും സ്വകാര്യ മേഖലയിലും പിഴവുകൾ ഉണ്ടാകാൻ പാടില്ല. അത് വളരെ കണിശമായിട്ട്. സർക്കാർ മേഖലയിലുള്ള അഡ്വാൻറ്റേജ് എന്താണ്? സർക്കാർ മേഖലയിലുള്ള അഡ്വാൻറ്റേജ് സർക്കാർ മേഖലയിൽ ഇത് ചോദ്യം ചെയ്യപ്പെടും എന്നുള്ളതാണ്. ആ ചെയ്ത ഡോക്ടർമാരെ ചോദ്യം ചെയ്യും. അവരുടെ കയ്യിൽ പിഴവുണ്ടെങ്കിൽ അതിൽ നടപടിയെടുക്കും എന്നുള്ളതാണ്. പക്ഷേ പ്രശ്നം എന്താണ്? ഇവിടെ 600 പരാതി സ്വകാര്യ മേഖലയിലേത് നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. 47 പരാതി സർക്കാർ സംവിധാനത്തിൽ നിൽക്കുന്നു. പക്ഷെ പറയുന്നത് എന്താ? സർക്കാർ സംവിധാനം മുഴുവൻ ഇങ്ങനെയാണ്. ഇത് വരുത്തി അപ്പോൾ ഇതിന്റെ ഫണ്ടിങ് ഉൾപ്പെടെ ആലോചിക്കണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇപ്പം മന്ത്രിയുടെ 2 കൈയിലും ക്യാനുല ഇട്ടതിന്റെ ബാൻഡേജ് ഉണ്ട്. ഒരു ക്യാനുല എപ്പോഴും ഉണ്ട് താനും. എത്ര ദിവസം കൊണ്ട് ആരോഗ്യം വീണ്ടെടുക്കാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത്? എനിക്ക് എത്രയും പെട്ടെന്ന് എന്നുള്ളതാണ്. കാരണം എൻ്റെ ഒരുപാട് പ്രോജക്റ്റുകൾ നമുക്കിപ്പോൾ ഉദ്ഘാടനം ചെയ്യാനുണ്ടല്ലോ, പൂർത്തീകരിച്ചത്. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അത് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് കരുതുന്നത്. ഒരാഴ്ച എന്നുള്ളതാണ് ഈ ഒരാഴ്ച സമ്പൂർണ്ണ വിശ്രമമാണ്. ഒരാഴ്ച എന്നാണ് പറഞ്ഞത്. പക്ഷേ നമുക്ക് ഈ ഒരു ഘട്ടം അങ്ങനെ ശ്രമിക്കാൻ പറ്റാത്തതായതുകൊണ്ട് പൂർത്തീകരിച്ച പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യണമല്ലോ. അപ്പം അത് തീർച്ചയായിട്ടും ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. വേറെ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് നോക്കുന്നുണ്ടോ, അതോ ഇത് കണ്ടിന്യൂ ചെയ്യാനോ? അല്ല, ഇത് കഴിഞ്ഞതിന് ശേഷം വേദന കുറവില്ലെങ്കിൽ ആയുർവേദ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എടുക്കണം എന്ന് കാണുന്നു. പിന്നെ ന്യൂറോ സർജൻസിനെ കൂടി കാണിക്കണം എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത്. അപ്പോൾ അതുകൂടി കാണണം. ഇതിലെല്ലാം അഭിലാഷേ നമ്മൾ കാണേണ്ടത്, ഇതിൽ ഇത്തരത്തിൽ ആക്രമിച്ചതിന് ശേഷം ഇത്തരത്തിൽ പൊതുവായ സ്റ്റേറ്റ്മെൻറ്റ്സ് പറയുക, അതിനുശേഷം ചിലർ ഇപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിൽ തന്നെയുള്ള ഒരാൾ, അത് വ്യക്തിപരമായിട്ടുള്ള വിരോധങ്ങളുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ഒരു ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ ആ ജോലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു കാര്യത്തിൽ ആ ജോലി ലഭിക്കുന്നതിന് കഴിയുമായിരുന്നില്ല. കാരണം ഒരു പരീക്ഷ പാസ്സായിട്ടില്ല അന്നേ. അപ്പോൾ അതുകൊണ്ട് ആ ജോലി ലഭിച്ചില്ല അന്ന് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായിരിക്കാം. പലരും എന്നോട് ചോദിക്കും, എന്തിനാണ് ഇത്ര വിരോധം, എന്തിനാണ് ഇത്ര ഒരു ഡെസ്ക് പ്രവർത്തിക്കുന്നത് എന്നൊക്കെ ഉള്ളത് ചോദിക്കുമ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന്. അതേസമയം ഇതേ ആളുടെ പെങ്ങൾക്ക് ജോലി കിട്ടിയിട്ടുണ്ട്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ പരീക്ഷയെല്ലാം പാസ്സായിട്ട് അത് ലഭിച്ച സാഹചര്യമുണ്ട്. അപ്പോൾ ഒരു സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ ഹസ്ബൻഡ് ഉള്ളൊരു സമയത്താണ്. അപ്പോൾ അന്ന് ഈ ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുകയും ആ ആളുടെ വൈഫിന് വേണ്ടിയിട്ട്, പക്ഷെ പരീക്ഷ പാസ്സാകാതെ കിട്ടിയില്ല എന്നുള്ളതാണ് കണ്ടത്. പക്ഷെ അന്നു മുതൽ ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ ഓരോ രീതിയിൽ നിലനിൽക്കുകയാണല്ലോ. അതായത് വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരികയും ആ ആക്രമണം നടത്തുന്നതിന് അവർ കൂട്ടുനിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ട്. എന്തായാലും മന്ത്രി വേഗം ആരോഗ്യം വീണ്ടെടുക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.